കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. തുറന്നോസിന്റെ പാഠശാല എന്ന ഈ ബൈബിൾ ക്ലാസിന്റെ 88ാമത്തെ സെഷനിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. ദ ബുക്ക് ഓഫ് ആക്ട്സ്, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നിന്നാണ് നാം തുടർമാനമായി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ നാളുകളിൽ ആ സ്വർഗീയ സത്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനും ധ്യാനിക്കുവാനും കർത്താവ് കൃപ തന്നു, ഹൃദയത്തിന് വിശാലത തന്നു. അതെല്ലാം ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്ന് നാം തുടർമാനമായി അപ്പോസ്തല പ്രവൃത്തികളിൽ നിന്ന് ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ 11ാമത്തെ അധ്യായത്തിന്റെ 26ാമത്തെ വാക്യം അത് വായിച്ചാണ് നമ്മൾ നിർത്തിയത്. അതായത് അതിലൊരു കോൺട്രവേഴ്ഷ്യൽ സബ്ജക്റ്റ് ആണ് നാം ചിന്തിച്ച് നിർത്തിയതെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ആദ്യം അങ്ങനെ അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേർ ഉണ്ടായി എന്നുള്ള വിഷയമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ച് അത് മുഴുവനും ചിന്തിച്ച് തീർക്കുവാനായിട്ട് കഴിഞ്ഞില്ല. അങ്ങനെ നമ്മൾ നിർത്തുവാനായിട്ട് ഇടയായി. എന്നാൽ തുടർമാനമായിട്ട് ഇന്ന് ആ ചിന്ത തന്നെ അല്പം കൂടെ കണ്ടിന്യൂ ചെയ്യുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാര്യം അതൊരു വലിയ വിഷയമാണ്. അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ആദ്യം ക്രിസ്ത്യാനികൾ എന്ന പേരുണ്ടായി. ഈ വിഷയം നമ്മളൊരു വലിയ ഒരു വലിയൊരു കോൺട്രാവേഴ്ഷ്യൽ വിഷയമാണ് സംസാരിക്കുന്നതെങ്കിലും എത്ര പേരൊക്കെ ഇതിനെ ഉത്സാഹത്തോടെ കാണും, കേൾക്കും, അതിനെക്കുറിച്ച് അഭിപ്രായം പറയും, അല്ലെന്നുണ്ടെങ്കിൽ അത് സീരിയസ് ആയിട്ട് ഏറ്റെടുക്കും എന്ന് എനിക്ക് അറിയത്തില്ല. എനിവേ, നമ്മൾ പറഞ്ഞു തുടങ്ങിയ വിഷയം എനിക്ക് പൂർണ്ണമായിട്ട് പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തുടർമാനമായിട്ട് ചില കാര്യങ്ങൾ കൂടി ഞാൻ അതിൽ നിന്ന് പറഞ്ഞ് നമ്മുടെ ആ ഒരു വിഷയത്തിലുള്ള സ്റ്റാൻഡ് എന്താണെന്ന് വ്യക്തമാക്കാനായിട്ട് ഇന്നത്തെ ദിവസം വേർതിരിക്കുകയാണ്. ആനയെ എറിഞ്ഞിട്ട് വാഴയ്ക്ക് മറഞ്ഞു നിൽക്കാൻ പാടില്ല എന്ന് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്. അതുമാതിരി ഒരു വലിയ ആനയാണ് എറിഞ്ഞേക്കുന്നത്. അതുകൊണ്ട് അല്പം മുന്നിൽ കയറി നിന്ന് തന്നെ എന്തുകൊണ്ടാണ് എറിഞ്ഞത്, എന്താണ് ആ വിഷയം എന്നൊന്നുകൂടെ ഒന്ന് ക്ലാരിഫൈ ചെയ്യുവാനായിട്ട് ഞാൻ ഇന്ന് ആഗ്രഹിക്കുകയാണ്. നമ്മൾ വായിച്ചത് അന്ന് അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന് ആദ്യമായിട്ട് പേരുണ്ടായി എന്നാണ്. എവിടെ വെച്ചാണ്? അന്ത്യോക്യയിൽ വെച്ച്. അതെവിടാണ്? അത് സിറിയയിലാണ്. സിറിയയുടെ ക്യാപിറ്റൽ ആയിരുന്നു അന്ത്യോക്യ എന്ന് പറയുന്നത്. അന്ത്യോക്യയിൽ വെച്ചാണ് ക്രിസ്ത്യാനികൾ എന്ന് പേരുണ്ടായത്. എന്താണിത് അന്ത്യോക്യയിൽ വെച്ചുണ്ടാകാൻ കാര്യം? എന്തുകൊണ്ടാണ് യെരുശലേമിൽ വെച്ച് അവരെ വിളിക്കാഞ്ഞത്? പെന്തക്കോസ്ത് നാളിൽ അവര് 120 പേര് കൂടി വന്നിരുന്നു. 12 അപ്പോസ്തലന്മാർ അവിടെ ഉണ്ടായിരുന്നു. 120 പേര് കൂടി വന്നിരുന്നു. വലിയ ആത്മപകർച്ച ഉണ്ടായി. 3000 പേര് സഭയോട് ചേർന്നു. അന്ന് സഭയുടെ ബർത്ത്ഡേ ആണ് എന്ന് നമ്മൾ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് നമ്മളെ അവിടെ വെച്ച് യെരുശലേമിൽ വെച്ച് ക്രിസ്ത്യാനികൾ എന്ന് വിളിച്ചില്ല? എന്തുകൊണ്ട് ഈ 12 ശിഷ്യന്മാർ കൂടി വന്ന കൂടിവരവിനെ ക്രിസ്ത്യാനികൾ എന്ന് വിളിച്ചില്ല? കാര്യം ഇതൊന്നും ക്രിസ്ത്യാനിറ്റി അല്ല അവർ പ്രസംഗിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. 40 40കളിൽ, അതായത് കർത്താവിന്റെ ക്രൂശീകരണം 30-ലാണെന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്, 33-ലാണെന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. ലെറ്റ്സ് സേ 33-ലാണെന്ന് തന്നെ അങ്ങ് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ കാര്യങ്ങൾ, അതായത് അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേരുണ്ടാകുന്നത് AD 40-41 വർഷങ്ങളിലാണ്. അതായത് അറ്റ്ലീസ്റ്റ് 7-8 വർഷം കഴിഞ്ഞതിന് ശേഷമാണ്. ഈ പെന്തക്കോസ്ത് നാളെന്ന് പറയുന്നത് കർത്താവിന്റെ ക്രൂശീകരണം കഴിഞ്ഞ് 3-ാം നാളിലെ ഉയർപ്പ് കഴിഞ്ഞ് 50 ദിവസം കഴിഞ്ഞപ്പോഴാണ്. അതായത് ആ AD 33-ലാണ് ക്രൂശീകരണമെങ്കിൽ ഈ പെന്തക്കോസ്ത് നാളും AD 33-ൽ തന്നെയാണ്. അതിനുശേഷം 7 വർഷം കഴിഞ്ഞിട്ടാണ് അവരെ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കുന്നത്. അതിന്റെ എല്ലാം കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോസ്തല പ്രവൃത്തികൾ 2-ൽ നടന്ന പെന്തക്കോസ്ത് നാൾ ക്രിസ്ത്യാനിറ്റിയുടെ ഒരു ഉപദേശമേ അല്ല. അത് ക്രിസ്ത്യാനിറ്റി ആയതുകൊണ്ടല്ല, അത് യഹൂദിയ ഉപദേശമാണ്. പെന്തക്കോസ്തും ക്രിസ്ത്യാനിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അത് യഹൂദന്റെ ഉപദേശവും യഹൂദന്റെ പെരുന്നാളാണ്. അവരുടെ പിതാക്കന്മാരോട് മുതലേ വാഗ്ദത്തം കൊടുത്തിരിക്കുന്ന യഹൂദിയ പെരുന്നാളാണ് പെന്തക്കോസ്ത് നാൾ. അത് വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ വാഗ്ദത്തമായിരുന്നു, അവരുടെ പിതാക്കന്മാരോട് പറഞ്ഞിരുന്ന വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണം അവിടെ നടക്കുക. എന്റെ സന്തതിമേലും എന്റെ സന്താനത്തിന്മേലും ഞാൻ എന്റെ അനുഗ്രഹത്തെയും എന്റെ ആത്മാവിനെയും പകരും എന്ന് യെശയ്യാ പ്രവാചകനും മറ്റു യിരെമ്യാ പ്രവാചകനും യോവേൽ പ്രവാചകനും ഒക്കെ പറഞ്ഞിരിക്കുന്ന, ശാമുവേൽ ആദിയായ പ്രവാചകന്മാരിലൂടെ അറിയിച്ചിരിക്കുന്ന കാര്യങ്ങളുടെ നിവർത്തീകരണം യഹൂദന്മാരുടെ ഇടയിൽ അവരുടെ വചന നിവർത്തി പോലും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നമ്മൾ കയറി അത് ക്രിസ്ത്യാനിറ്റിയാണ്, അന്നാണ് ക്രിസ്ത്യാനിറ്റി ആരംഭിച്ചതെന്നൊക്കെ ക്ലെയിം ചെയ്തേക്കുന്നതുകൊണ്ടാണ് ആക്ച്വലി ഇതുമായിട്ടൊന്നും അതിനൊരു ബന്ധമില്ലാത്തത്. അവരെ എന്താണ് ക്രിസ്ത്യാനികൾ അവിടെ വെച്ച് വിളിക്കാഞ്ഞത്? ഈ അന്ത്യോക്യയിൽ നിന്ന് വിളിച്ചവര് തന്നെയാണ് അവിടെയും ഉള്ളത്. യഹൂദന്മാരാണ് അവരെ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കാൻ കാര്യം. ക്രൈസ്റ്റിയൻസ്, ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നവര് എന്ന് വിളിക്കാൻ കാരണം അവരെ ആക്ച്വലി വിളിക്കേണ്ടിരുന്നത് യെരുശലേമിൽ വെച്ചാണ്.
ഈ 3000 പേര് സഭയോട് ചേർന്നു, പിറ്റേ ദിവസം 5000 പേര് വിശ്വാസത്തിലേക്ക് വരുന്നു. അവിടെ വെച്ച് അവരെ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കേണ്ടത്. ഇഫ് ദേ വെയർ ക്രിസ്ത്യൻസ്. അവർ ക്രിസ്ത്യാനികളല്ലായിരുന്നു. അവിടെ ക്രിസ്ത്യാനിറ്റി അല്ല പ്രസംഗിച്ചത്. ഈ 12 ശിഷ്യന്മാരും ക്രിസ്ത്യാനികളല്ല. ഇവിടെ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ഒരു പുതിയ സെക്ട് ആരംഭിച്ചിരിക്കുക. ഇതിനെ നിങ്ങൾ വിശാലമായിട്ട് മനസ്സിലാക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ അവർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേർ വിളിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് അവിടെ നടന്നത്, എന്താണ് അതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ എന്നൊരു അല്പം കൂടെ അതിനെ ഒന്ന് ഓപ്പൺ ആക്കുകയും അതിനെ ഒന്ന് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടുന്ന ആവശ്യമുണ്ട്. ഇന്ന് അതേ ക്രിസ്ത്യാനിറ്റി, അതായത് അന്ത്യോക്യയിൽ വെച്ച് ആരംഭിച്ച അതേ ക്രിസ്ത്യാനിറ്റി ഇന്ന് 40,000-ലേറെ ഡിനോമിനേഷനായിട്ട് ഛിദ്രിച്ചിരിക്കുകയാണ്. ഇന്നത്തെ രൂപത്തിലും ഭാവത്തിലും ഒക്കെ ആയി മാറിയിരിക്കുകയാണ്. അന്ന് ആരംഭിച്ച, അവിടുന്ന് തന്നെ ആരംഭിച്ച ക്രിസ്ത്യാനിറ്റി തന്നെയാണ് അതിന്റെ പിന്തുടർച്ചയാണ് ഈ വരുന്നത്. ഇവിടെ എന്താണ് ഈ പിളർപ്പിനും ഈ ഛിദ്രിപ്പിനും ഈ ഡിവിഷനും ഇത്രയും ഡിനോമിനേഷനായിട്ട് മാറാനും ഒക്കെ കാരണം? എന്താണ് ആക്ച്വലി ക്രിസ്ത്യാനിറ്റി പ്രസംഗിക്കുന്നത്? ഇതാണോ പൗലോസ് അപ്പോസ്തലനിലൂടെ വെളിപ്പെട്ട സ്വർഗത്തിൽ മർമ്മമായിരുന്നുവെന്നും സഭാ ലേഖനങ്ങളിൽ കൂടി നമ്മളെ അറിയിച്ചിരിക്കുന്നതുമായിട്ടുള്ള ക്രിസ്ത്യാനിറ്റി ആണോ നമ്മൾ ആക്ച്വലി ഫോളോ ചെയ്യുന്നത്? ആ ദൈവസഭയാണോ ഇന്ന് നമ്മൾ കാണുന്ന ക്രിസ്ത്യാനിറ്റി? ഇതാണ് നമ്മൾ അല്പം കൂടെ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. വളരെ ആത്മ സ്നേഹത്തോടും ദൈവസ്നേഹത്തോടും കൂടി എന്നോടൊപ്പം ആയിരിക്കുവാനായിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളെ, നിങ്ങൾ എന്താണ് ചെറുപ്പം മുതലേ സൺഡേ സ്കൂൾ മുതലേ പഠിച്ചു വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതൊക്കെ ഒരു അല്പസമയത്തേക്ക് ഒന്നൊന്ന് സൈലന്റ് ആക്കി വെച്ചിട്ട് എന്നെ ശാന്തമായിട്ട് ശ്രദ്ധിക്കുവാൻ, ഓപ്പൺ ഹാർട്ടോട്, അതായത് തുറന്ന മനസ്സോടെ എന്നെ ഒന്ന് കേൾക്കുവാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ഇന്ന് ക്രിസ്ത്യാനിറ്റി പ്രസംഗിച്ചത് ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന അപ്പോസ്തലനായ പൗലോസിൽ കൂടെ വെളിപ്പെട്ട സ്വർഗത്തിൽ മർമ്മമായിരുന്ന, ദൈവം സ്വർഗത്തിൽ രഹസ്യമാക്കി വെച്ചിരുന്നതും പോളിനെ വിളിച്ചിട്ട് തന്നിൽ കൂടെ വെളിപ്പെടുത്തിയതുമായിട്ടുള്ള ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന ദൈവിക ഉപദേശമായിരുന്നില്ല. കാരണം അങ്ങനെ ആയിരുന്നുവെങ്കിൽ അതിന്ന് ഒന്നിൽ കൂടുതൽ ഡിനോമിനേഷൻ ആയിട്ട് പിരിയത്തില്ലായിരുന്നു. അങ്ങനെ പിരിയാനായിട്ടുള്ള ഓപ്ഷൻ അതിലില്ല. ഇനി പിരിഞ്ഞാലും 2-3 ഗ്രൂപ്പിന് മേലെ പോകാൻ പറ്റത്തില്ല. ഈ 40,000 ഗ്രൂപ്പ് എന്ന് പറയുന്ന മാതിരി ആ ഒരു പ്രസ്ഥാനത്തിന് അല്ലെങ്കിൽ ആ ഒരു വിശ്വാസത്തിൽ അത്രമാത്രം ഓപ്ഷൻ ഇല്ല. അങ്ങനെ പിരിയാൻ പറ്റത്തില്ല. കാരണം ബോഡി ഓഫ് ക്രൈസ്റ്റിൽ ഒരേ ഒരു വിശ്വാസം, അതിന്റെ അടിസ്ഥാന പ്രമാണം അല്ലെങ്കിൽ അടിസ്ഥാന വിശ്വാസം എന്ന് പറയുന്നത് കർത്താവ് ക്രൂശിൽ നിവർത്തിച്ച രക്ഷണ്യ പ്രവൃത്തിയാണ്. അതിനൊത്തിരി ചോയ്സുകളോ ഒത്തിരി ഓപ്ഷനുകളോ വേറെ നമുക്ക് പിരിയാൻ പറ്റത്തില്ല. Salvation is through the shed blood of Jesus Christ in the cross of Calvary. Trust in that, and by grace through faith you are saved. ഇതാണ് ഇന്നത്തെ സുവിശേഷം. കർത്താവ് കാൽവറിയിൽ നിവർത്തിച്ച രക്ഷണ്യ പ്രവൃത്തിയിലെ ആഴമായ വിശ്വാസം, അതിലെ വിശ്വാസത്താൽ കൃപയാൽ നാം രക്ഷിക്കപ്പെടുന്ന ഒരു സ്വർഗീയ പദ്ധതിയാണ്. ഇത് പിരിഞ്ഞാൽ എത്രമാത്രം പിരിയാൻ പറ്റും? 2-3 ഗ്രൂപ്പ് മാക്സിമം ആയിരുന്നേനെ. ഇന്നത്തെ മാതിരി നമ്മൾ ഈ കാണുന്നത് മാതിരി വേറെ 40,000-ലേറെ ഡിനോമിനേഷനായിട്ട് പിരിയുവാൻ പറ്റത്തില്ല. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ വാവോ ശബത്തോ പുണ്യവാളന്മാരോ കൊന്തയോ കുർബാനയോ ജലസ്നാനമോ കാത്തിരിപ്പോ ബ്ലെസ്സിങ്സോ ഹീലിങ്സോ ഫയറോ ലിക്വിഡ് ഫയറോ ഇതൊന്നും അവിടെ ഇല്ല. കാര്യം ഇതിന്റെ ഒന്നും സ്കോപ്പ് അവിടെ ഇല്ല. നിങ്ങൾക്ക് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന സഭകളിൽ കാണുന്ന ഒരു സംഗതികളും ഇന്നത്തെ ഒരു ക്രിസ്തീയ സഭയിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ആരാധനകളും അതിൽ കാണത്തില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതല്ല ക്രിസ്ത്യാനിറ്റി. ഹല്ലേലൂയ. ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന ദൈവസഭ ആ ഒരു വിശ്വാസമായിരുന്നു ഈ ക്രിസ്ത്യാനിറ്റി ഫോളോ ചെയ്തിരുന്നതെങ്കിൽ ഈ പറയുന്ന നിങ്ങൾ ഇന്ന് കാണുന്ന ഒരു സംഗതികളും ക്രിസ്തീയ സഭയിൽ കാണത്തില്ലായിരുന്നു. കാര്യം ഇതിനൊന്നും അവിടെ ഒരു പ്രസക്തിയുമില്ല. ഇറ്റ് ഈസ് ആൾ അബൌട്ട് ക്രോസ് ആൻഡ് ക്രോസ് ഓഫ് ക്രൈസ്റ്റ്. അതാണ് അവിടുത്തെ രക്ഷാമാർഗം. ആലയവും കാണത്തില്ല, ഈ ആചാര്യന്മാരും കാണത്തില്ല, ഭദ്രാസനവും ഇല്ല, സിംഹാസനവും ഇല്ല. മനസ്സിലായോ? കുർബാനയും കാണത്തില്ല, കുമ്പസാരക്കൂടും കാണത്തില്ല, ഈ സ്നാനക്കുളവും കാണത്തില്ല, സഭാ മന്ദിരങ്ങളും കത്തീഡ്രലും ബസിലിക്കയും, യു ജസ്റ്റ് നെയിം ഇറ്റ്, നൺ ഓഫ് ദീസ് വുഡ് ഹാവ് ബീൻ ദേർ. ഈ ഒരു കാര്യങ്ങളും അവിടെ ഉണ്ടാകത്തില്ലായിരുന്നു. കാര്യം ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഉപദേശമായിരുന്നു ക്രിസ്തീയ മാർഗം പിൻപറ്റിയിരുന്നതെങ്കിൽ ഇവിടെ ഈ സംഗതികളൊന്നും കാണത്തില്ലായിരുന്നു. അവിടെ ക്രൂശിൽ കർത്താവ് നിവർത്തിച്ച രക്ഷണ്യ പ്രവൃത്തിയും കർത്താവിന്റെ സ്തുതിയും ആരാധനയും ക്രൂശിലെ സാക്ഷ്യം നമ്മളോട് ലോകമെമ്പാടും അറിയിച്ചിരിക്കുന്ന ആ ക്രൂശിന്റെ സാക്ഷ്യവും മാതൃകാപരമായ ജീവിതവും ഇതായിരുന്നേനേയും ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾ ഈ കാണുന്ന ബസിലിക്കായും കത്തീഡ്രലും ആചാര്യന്മാരും
ആഡംബരമായ അമ്പരചുംബികളായ ആലയങ്ങളും ഈ സംഗതികൾ ഒന്നും തന്നെ ക്രിസ്ത്യാനിറ്റിയിൽ കാണത്തില്ലായിരുന്നു. അവര് ബോഡി ഓഫ് ക്രൈസ്റ്റിന്റെ ഉപദേശമാണ് ഫോളോ ചെയ്തിരുന്നെങ്കിൽ. എനിക്കറിയാം, ഞാൻ ഒരു വലിയ ചോദ്യമാണ് നിങ്ങളുടെ മുന്നിലോട്ട് വെക്കുന്നത്. $1 ബില്യൺ ക്വസ്റ്റ്യൻ എന്ന് വേണമെങ്കിൽ പറയാം. ക്വസ്റ്റ്യൻ ഇതാണ്: അങ്ങനെയാണെങ്കിൽ ഇന്ന് കാണുന്ന ക്രിസ്ത്യാനിറ്റി എന്താണ്? ഇതിനിടയ്ക്ക് ചിലർ എന്നോട് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഇന്ന് കാണുന്ന ക്രിസ്ത്യാനിറ്റി എന്താണ്? അത് ആക്ച്വലി ക്രിസ്തുവിന്റെ ശരീരമായ സഭയാണോ? കർത്താവിന്റെ വരവിൽ അല്ലെങ്കിൽ അവരിൽ ഓരോരുത്തരുടെയും മരണശേഷം അവർക്ക് എന്ത് സംഭവിക്കും? ഈ കാര്യങ്ങളെക്കുറിച്ച് ഒരു അല്പം വ്യക്തത തരണം എന്ന് പലരും ആവശ്യപ്പെട്ടു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ വിഷയം. ഈ ചോദ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ 5 വർഷത്തിലേറെയായി ഗേറ്റ് മിനിസ്ട്രീസ് ഈ ചോദ്യമാണ് ആൻസർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അനേകർക്ക് ഇത് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നു. ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചിലരുടെ മനസ്സിൽ ഈ ചോദ്യമെങ്കിലും വരുന്നുണ്ടല്ലോ, അതിനായിട്ട് ഞാൻ ദൈവത്തെ 1000 നന്ദിയോടെ സ്തുതിക്കുന്നു. കാര്യം ഇത് അറിയുക എന്ന് പറയുന്നത് തന്നെ ഒരു ഭയങ്കര ബ്ലെസ്സിങ്സ്. കാര്യം ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ അതിന് ക്രമീകരണം വരുത്തുവാൻ കഴിയുന്ന ഒരു വലിയ ചോദ്യത്തിനാണ് നിങ്ങൾക്ക് ആൻസർ ലഭിക്കാൻ പോകുന്നത്. ഇനി മരണശേഷമാണ് അല്ലെങ്കിൽ കർത്താവിന്റെ വരവിന് ശേഷമാണ് അത് മനസ്സിലാക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ സംഗതികൾ ഒന്നും തന്നെ നിങ്ങൾക്ക് അറിഞ്ഞിട്ട് പിന്നെ പ്രയോജനമില്ല. ബിക്കോസ് ഇറ്റ് ഈസ് ഓഫ് നോ യൂസ്. ഇവിടെ ഞാൻ ക്രിസ്ത്യാനിറ്റിയെ പറയുന്നത്, പ്ലീസ് തെറ്റിദ്ധരിക്കൽ. ഏതെങ്കിലും പ്രത്യേക ഡിനോമിനേഷനെയോ എന്തോ ഗ്രൂപ്പിനെയോ ടാർഗറ്റ് ചെയ്തിട്ട് സംസാരിക്കുകയാണെന്ന് പറയല്ല. എനിക്ക് ഒരു ഗ്രൂപ്പും ടാർഗറ്റ് ചെയ്യാനില്ല. എന്റെ ടാർഗറ്റ് 40,000 പിരിഞ്ഞിരിക്കുന്ന 40,000 ഗ്രൂപ്പുകളാണ്. ഒരുത്തരും പ്രത്യേകിച്ച് എനിക്കില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ കാണുന്ന പെന്തക്കോസ്തുകാർക്കോ ബ്രദറൻകാർക്കോ കാത്തലിക്ക സഭയ്ക്കോ ഓർത്തഡോക്സിനോ CSI മാർത്തോമ മെത്തഡിസ്റ്റ് ബാപ്റ്റിസ്റ്റ് ഇവരെല്ലാവരും തന്നെ ഈ ഗ്രൂപ്പിൽ പെടുന്നവരാ. ഇവരെല്ലാവരും തന്നെ ഒരുപോലെ തെറ്റായ ഉപദേശത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയേണ്ടതായിട്ടിരിക്കുന്നു. ഞാനത് ഒരിക്കൽ കൂടി പറയാം. ഈ കാണുന്ന ക്രിസ്ത്യാനിറ്റി, ഈ ഗ്രൂപ്പുകൾ മുഴുവനും തന്നെ തെറ്റായ ഉപദേശം ബൈബിളിൽ നിന്ന് മനസ്സിലാക്കേണ്ടതിന് അതിന്റെ ഓപ്പോസിറ്റ് രീതിയിൽ മനസ്സിലാക്കിയിരിക്കുന്നു. തെറ്റായ ഉപദേശം സ്വീകരിച്ചിരിക്കുന്നു. ഒരല്പം കൂടെ മനസ്സിലാകുന്ന രീതിയിൽ പറയാം. ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ഉദാഹരണമാണ് കോട്ടയം ബസ് സ്റ്റാൻഡ്. അവിടെ നിന്നിട്ട് ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുക, തിരുവനന്തപുരത്തേക്ക് പോവുക, അവിടാണ് രക്ഷാമാർഗമെന്ന് നമ്മളോട് പറഞ്ഞിരിക്കുക. ഇമാജിൻ, തിരുവനന്തപുരം അത്ര നല്ല സ്ഥലമൊന്നും അല്ല, അവിടെ രക്ഷയുണ്ടെന്ന് പറഞ്ഞ് ആരും അങ്ങോട്ട് പൊക്കളയല്ല. ഞാനൊരു ഉദാഹരണം പറയാൻ ശ്രമിക്കുക. കോട്ടയം സ്റ്റാൻഡിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോയി കഴിഞ്ഞാൽ രക്ഷയെന്ന് പറയുക. ഇവിടെ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനെ അതിനുവേണ്ടി വിളിച്ചിരിക്കുക. അവര് മുഴുവനും കൂടെ കെട്ടും കെട്ടി എറണാകുളത്തേക്ക് പോയിരിക്കുക. ഇടത്തോട്ട് പോകാൻ പറഞ്ഞെടുത്ത് നേരെ വലത്തോട്ട് പോയിരിക്കുക. ഇതാ ഞാൻ പറയുന്നത്. ആ വലത്തോട്ട് പോയിരിക്കുന്നവർ, എറണാകുളത്തേക്ക് പോയേക്കുന്നവര് പല വണ്ടിയിലാണ് പോയിരിക്കുന്നത്. ചിലര് അങ്കമാലിയിലേക്ക് പോകുന്നു, ചിലർ ആലുവായിക്ക് പോകുന്നു, ചിലർ തൃശ്ശൂരേക്ക് പോകുന്നു, ചിലർ തൃപ്പൂണിത്തുറ വരെ പോകുന്നു, ചിലർ എറണാകുളത്തിന് പോകുന്നു. ഇത്ര വ്യത്യാസമേ ഇതിലുള്ളൂ. നിങ്ങൾ ഈ വണ്ടികൾക്കെല്ലാം വേണമെന്നുണ്ടെങ്കിൽ കത്തോലിക്ക എന്നോ CSI എന്നോ പെന്തക്കോസ് എന്നോ ബ്രദറൻ എന്നോ ഒക്കെ പേരിടാം. ഇവരെല്ലാവരും പൊക്കോണ്ടിരിക്കുന്നത് ഈ ഒരു ഡയറക്ഷനിലേക്കാണ്. ഞാൻ വളരെ ഉറപ്പോടാണ് ഈ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത്. ഇവിടെ വേണ്ടുന്ന ഒരു ചെറിയ അലൈൻമെന്റ് അല്ല വേണ്ടി, ഒരു ചെറിയ കാലിബ്രേഷൻ അല്ല വേണ്ടുന്നത്. 180 ഡിഗ്രി ഷിഫ്റ്റാ വേണ്ടുന്നത്. എറണാകുളത്തു നിന്നുള്ള വണ്ടി U-ടേൺ എടുത്ത് നേരെ തിരുവനന്തപുരത്തേക്ക് പോവുകയാ വേണ്ടി. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ സൂപ്പ് സാൽവേഷൻ എന്ന് പറഞ്ഞ് രക്ഷിക്കപ്പെടുത്താവുന്ന ഒരു കാലത്തിലല്ല നമ്മളായിരിക്കുന്നത്. ഒരു ചെറിയ മിസ്റ്റേക്ക് അല്ല ക്രിസ്ത്യാനിറ്റിയിൽ പറ്റിയിരിക്കുന്നത്. നമുക്ക് ക്രിസ്ത്യാനി എന്ന് അന്ത്യോക്യയിൽ വെച്ച് പേരായതിനു ശേഷം ദൈവം അതിന്റെ നേതാക്കന്മാരെ വിളിച്ച് അടുത്ത ലെവലിലേക്ക് നടത്തിക്കുക. നമുക്ക് ആ ലെവൽ എന്താണെന്നേ ഇന്നറിയാൻ വയ്യ. എന്നാൽ നമ്മളെ വേറൊരു തലത്തിലേക്ക് നടത്തിച്ചിരിക്കുകയാണ്. ആ തലത്തിൽ വളവും വെള്ളവും ഒക്കെ ഒഴിച്ച് അതിനെ നല്ല പോഷിപ്പിച്ച് നല്ല വടവൃക്ഷം മാതിരി അത് വളർന്നിരിക്കുകയാണ്. നമ്മൾ ഇന്നും അതിൽ തന്നെയാണ് നിൽക്കുന്നത്. എന്നാൽ എന്തിനു വേണ്ടി അവിടെ നിന്ന് വിളിച്ചു വേർതിരിച്ചു, അടുത്ത മാർഗം, അടുത്ത തലം എന്തായിരുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുമില്ല, നമ്മൾ കണ്ടിട്ടുമില്ല. ഇന്നത്തെ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ്. ഒരു വലിയ വടവൃക്ഷം മാതിരി ഒരു വലിയ പ്രസ്ഥാനമാണ്. 300 കോടി ജനങ്ങളുള്ള, ആഡംബര സൗകര്യങ്ങളും ഭരണതലത്തിലെ മേൽക്കോയ്മകളും ഒക്കെയുള്ള ഒരു വലിയ വടവൃക്ഷം. അത് പൗലോസിനെയും ബർന്നബാസിനെയും പരിശുദ്ധാത്മാവിനാൽ വിളിച്ച് വേർതിരിച്ച്, പരിശുദ്ധാത്മാവിനാൽ അവരെ വിളിച്ച് വേർതിരിച്ച് ഏൽപ്പിച്ചിരിക്കുന്ന ഒരു വലിയ ദൈവിക പദ്ധതിയുണ്ട്. ലോകത്തെ അറിയിച്ച ആ രക്ഷാമാർഗം,
അതിൽ നിന്ന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കിലോമീറ്റർ അകലെ പോയിരിക്കുകയാണ് ഇന്നത്തെ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് കാണുന്ന ക്രിസ്ത്യാനിറ്റിയിലെ ഉപദേശം അതല്ല ആക്ച്വലി ദ കോളിംഗ് ഓഫ് ബോഡി ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ എന്ന് പറയുന്ന ഉപദേശമല്ല നമ്മൾ ഇന്നത്തെ ക്രിസ്ത്യാനിറ്റിയിൽ കാണുന്നത്. എനിക്കറിയാം, കർണരസമാകുമാറ് ഉള്ള ഒരു കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. ഒരു കോൺട്രവേഴ്ഷ്യൽ വിഷയം തന്നെയാണ്. ഈ അധ്യായവും ഈ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ 12-ാമത്തെ 13-ാമത്തെ അധ്യായത്തിലേക്ക് കയറാൻ. 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ അല്പസമയം നിന്ന് ഇത് സഭയുടെ ബർത്ത്ഡേ ആയിരുന്നു എന്ന് പറയുന്ന ആ ഒരു വിഷയത്തെ നമ്മളൊരു 3 ദിവസമെങ്കിലും നിന്ന് ചിന്തിച്ചു പഠിച്ചു. അവിടെ ബർത്ത്ഡേ നടന്നിട്ടില്ല. അവിടെ യഹൂദന്മാരുടെ വാഗ്ദത്ത പ്രകാരമുള്ള ദൈവിക അനുഗ്രഹം വർഷിച്ച ഒരു ദിവസമാണ് ആ പെന്തക്കോസ് നാളെന്ന് പറയുന്നത്. അതിനുശേഷം അവിടെ നടന്ന കാര്യങ്ങളും ദൈവം വാഗ്ദത്തം കൊടുത്തിരുന്ന യഹൂദന്മാർക്ക് കൊടുത്തിരുന്ന വാഗ്ദത്ത കാര്യങ്ങളും ഒക്കെ നടക്കുന്നതിനെ കുറിച്ച് നമുക്ക് പഠിക്കുവാനിടയായി. എന്നതുപോലെ അടുത്ത ഒരു മേജർ സംഭവമാണ് ഈ 11-ാം അധ്യായത്തിൽ പറയുന്ന അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് അന്ന് ക്രിസ്ത്യാനികൾ എന്ന് പേരായി. ആ ക്രിസ്ത്യാനികളാണ് നമ്മൾ അന്ത്യോക്യയുടെ അധിപതിയെ അന്ത്യോക്യയിൽ വെച്ച് ആരംഭിച്ച കാര്യം. നമുക്ക് അന്ത്യോക്യ വരെ പാരമ്പര്യം പറയാനുണ്ട്. ഓഫ് കോഴ്സ് നമുക്ക് പാരമ്പര്യം പറയാനുണ്ട്. പക്ഷെ പാരമ്പര്യമല്ല ദൈവവചനത്തിൽ പറയുന്നത്. പാരമ്പര്യത്തിൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഇത് നിങ്ങൾ വിശ്വസിക്കുന്നോ പാരമ്പര്യം വിശ്വസിക്കുന്നോ എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും തീരുമാനിക്കാം. ഇന്ന് പാരമ്പര്യത്തിൽ വിശ്വസിക്കുന്ന സഭയാണ് 300 കോടി ജനങ്ങളടങ്ങുന്ന ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന വലിയൊരു വടവൃക്ഷം നിങ്ങൾ കാണുന്നത്. എന്നാൽ കർത്താവിന്റെ വരവ് എന്താണെന്നോ നമ്മുടെ വിളി എന്താണെന്നോ റാപ്ചർ എന്താണെന്നോ നമ്മൾ എന്തിനു വേണ്ടി വിളിച്ചെന്ന് പോലും ഇവർക്ക് ആർക്കും അറിയത്തില്ല. അതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ട്രഡീഷൻ, ഈ പാരമ്പര്യത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ്. ഈ ലോകത്തിലെ ആത്മീക ബുദ്ധിജീവികൾ എന്ന് അഭിമാനിക്കുന്നവര് ഞാൻ ഈ പറയുന്ന കാര്യം ഒന്നും മുഖവിലയ്ക്ക് എടുക്കത്തില്ല. ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല അവരെടുക്കുമെന്ന്. കാര്യം പണ്ട് ഈ ട്രഡീഷനിലൊക്കെ നിന്ന കാലത്ത് ഞാനും ഇതൊന്നും മുഖവിലയ്ക്ക് എടുത്തിരുന്നില്ല. അതുകൊണ്ട് എനിക്കറിയാം അവർ ഏത് മൈൻഡ് സെറ്റോടാണ് ഇതിനെ കേൾക്കുന്നത് എന്നുള്ളത്. തന്നെയല്ല, ഇവർ ഇതിനു മുൻപും ജനം ഇതിനെ ഒന്നും മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല. പ്രവാചകന്മാരെ ദൈവം അയച്ചിട്ടുണ്ട്. 17 പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്. 12 മൈനർ പ്രോഫറ്റ്സ് എന്നും 5 മേജർ പ്രോഫറ്റ്സ് എന്നും ഒക്കെ പറഞ്ഞിട്ട് ദൈവം പ്രവാചകന്മാരെ അയച്ചിട്ട് ഒറ്റൊരുത്തര് പോലും പറഞ്ഞത് ഇവരാരും കേട്ടിട്ടില്ല. കർത്താവ് തന്നെ മനുഷ്യനായിട്ട് ലോകത്തിൽ അവതരിച്ച് പറഞ്ഞിട്ട് ഒരു ചുരുക്കം ചെറിയ കൂട്ടം ലിറ്റിൽ ഫ്ലോക്സ് അവരാണ് രക്ഷിക്കപ്പെട്ടത്. പൗലോസ് ഇത് പറഞ്ഞിട്ട് അടിയും കഷ്ടപ്പാടും പ്രശ്നങ്ങളും അല്ലാതെ പൂമാലയിട്ട് സ്വീകരിക്കുന്ന ഒരു മാർഗമല്ല ഇത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത് പറയുമ്പോൾ ആത്മീക ബുദ്ധിജീവികൾ എന്ന് നമ്മൾ പറയുന്ന അഭിമാനിക്കുന്ന ആൾക്കാർ ഒരു പക്ഷെങ്കിൽ ഇത് ശ്രദ്ധിച്ചു എന്ന് വരത്തില്ല. എന്നാൽ നമ്മൾ ആഴമായിട്ട് ഈ കാര്യങ്ങളെ മനസ്സിലാക്കണം. ബൈബിൾ എന്ത് പഠിപ്പിക്കുന്നു? കമ്മിങ് ബാക്ക് ടു അവർ സബ്ജക്ട്, നമ്മുടെ വിഷയത്തെ ഒരല്പം കൂടെ ഈ ഒരു വിഷയം കൂടുതലായിട്ട് ചിന്തിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. സിറിയയിലെ അന്ത്യോക്യയിൽ വെച്ച് ആരംഭിച്ച ഈ ക്രിസ്ത്യാനിറ്റി ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന സ്വർഗീയ പദ്ധതിയുടെ ഒരു ലോഞ്ചിങ് പാഡ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതായത് റോക്കറ്റ് ഒക്കെ ലോഞ്ച് ചെയ്യുന്നതിന് ഒരു പാഡ് ഉണ്ടെന്ന് പറഞ്ഞതുപോലെ ആ ലോഞ്ചിങ് പാഡ് മാതിരി ഈ ക്രിസ്ത്യാനിറ്റി, അന്ത്യോക്യയിലെ ആ ക്രിസ്ത്യാനിറ്റി എന്ന് ആരംഭിച്ച ആ കൂട്ടം അതൊരു എന്താ പറയുന്നത്, ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന സ്വർഗത്തിൽ അന്ന് വരെ മറഞ്ഞിരുന്ന അബ്രഹാമിനായിട്ട്, മോശയ്ക്കായിട്ട്, നോഹയ്ക്കായിട്ട്, ആദാമിനായിട്ട്, യേശു ക്രിസ്തു ലോകത്തിൽ വന്നപ്പോഴാകട്ടെ പറയാതിരുന്ന, വെളിപ്പെടുത്താതിരുന്ന സ്വർഗത്തിൽ മർമ്മമായിരുന്ന ഒരു സ്വർഗീയ പദ്ധതി ദൈവം റിവീൽ ആക്കുവാനായിട്ട് അവിടെ നിന്നും ആ കാര്യങ്ങൾ ആരംഭിക്കുകയാണ്. അവിടെ നിന്നാണ് അടുത്ത ഒരു തലത്തിലേക്ക് ദൈവം അവരെ നയിക്കുന്നത്. വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് പരിശുദ്ധാത്മാവാൻ ദൈവത്താൽ അവർ വേർതിരിക്കപ്പെടുകയാണ്. അവിടെ നിന്നാണ് ഈ സ്വർഗീയ മർമ്മം വെളിപ്പെടുത്തുവാനായിട്ട് ദൈവം 2 പേരെ വിളിച്ച് ഈ വേലയിലേക്ക് ആക്കുന്നത്. അവരിലൂടെ അന്ന് വരെ സ്വർഗത്തിൽ മർമ്മമായിരുന്ന ആ സ്വർഗീയ പദ്ധതി ഓപ്പൺ അപ്പ് ആവുകയാണ്, വെളിപ്പെടുകയാണ്. 1-2 വാക്യങ്ങൾ ഞാൻ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ നിങ്ങളെ ഒന്ന് കാണിക്കാം. റോമാലേഖനം 16-ാമത്തെ അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യം. റോമാലേഖനം 16-ാമത്തെ അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്. ഞാൻ അതിന്റെ ഇംഗ്ലീഷ് ഭാഗം വായിക്കാം. 25-ാമത്തെ അധ്യായത്തിൽ ആ വാക്യത്തിൽ 25-ാമത്തെ വാക്യത്തിൽ ആ ഒരു വാക്യം മുഴുവനും കവർ ചെയ്തിട്ടുണ്ട്. ആ ഒരു വാക്യം വായിക്കാം. Now to him that is of power to establish you according to my gospel and the preaching of Jesus Christ according to the revelation of the mystery which was kept secret since the world began. ഉലക സ്ഥാപനത്തിന് മുൻപേ സ്വർഗത്തിൽ മറഞ്ഞിരുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ച് എനിക്ക് വെളിപ്പെട്ട സ്വർഗീയ മർമ്മത്തിന് അനുസരിച്ചുള്ള സുവിശേഷം.
അതിലാണ് നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ കഴിയുന്നത്. അക്കോർഡിംഗ് ടു മൈ ഗോസ്പൽ ആൻഡ് പ്രീച്ചിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് അക്കോർഡിംഗ് ടു ദ റെവലേഷൻ ഓഫ് ദ മിസ്റ്ററി. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ വാക്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്നത്, ഇവിടെ ദൈവം, ഞാൻ ആ വാക്യം സൈഡിൽ പ്രൊജക്ട് ചെയ്യാം. ഇതാ, ഇവിടെ അക്കോർഡിംഗ് ടു ദ ഗോസ്പൽ, മൈ ഗോസ്പൽ എന്ന് പറയുന്നത് അപ്പോസ്തലനായ പൗലോസിൽ കൂടി ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുന്ന, കൊടുത്തിരിക്കുന്ന ആ ഒരു സുവിശേഷം, അതിൽ കൂടിയാണ് നിങ്ങളെ എസ്റ്റാബ്ലിഷ് ചെയ്യുവാൻ കഴിയുന്നത്, നിങ്ങളെ ഉറപ്പിക്കുവാനായിട്ട്, നിങ്ങളെ എസ്റ്റാബ്ലിഷ് ചെയ്യുവാനായിട്ട് കഴിയുന്നത്. അക്കോർഡിംഗ് ടു മൈ ഗോസ്പൽ ആൻഡ് പ്രീച്ചിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തു കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയെന്ന് പറഞ്ഞിട്ടോ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു വീടിന്റെ കൂര പൊളിച്ച് അതുവഴി ഇറക്കി വെച്ച് രോഗിയെ സൗഖ്യമാക്കിയെന്നോ, രക്തസ്രാവക്കാരിയെ സൗഖ്യമാക്കിയെന്നോ, കർത്താവ് ഇവിടെ ജനിച്ചെന്നോ, ഇവിടെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചെന്നോ, മരിച്ചെന്നോ, ഉയർത്തെഴുന്നേറ്റെന്നോ ഒന്നും പറയുന്നതിലല്ല നിങ്ങളുടെ രക്ഷ. യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നതിലല്ല നിങ്ങളുടെ രക്ഷ. വാക്കുകളെ സൂക്ഷിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. സൂക്ഷിക്കാന്ന് ഞാൻ ഉദ്ദേശിച്ചത് ശ്രദ്ധിച്ചു മനസ്സിലാക്കണം. കാര്യം ഇവിടെ കർത്താവ് പറയുന്നത് പ്രീച്ചിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് അക്കോർഡിംഗ് ടു ദ റെവലേഷൻ ഓഫ് ദ മിസ്റ്ററി. മറഞ്ഞിരുന്ന മർമ്മത്തിന് അനുസരണമായുള്ള എന്റെ സുവിശേഷം. യേശു ക്രിസ്തുവിനെ ഞങ്ങൾ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കർത്താവിനെ പ്രസംഗിച്ചുകൊണ്ട് ഇന്ന് രക്ഷപ്പെടത്തില്ല. ഇന്നത്തെ രക്ഷ കർത്താവിന്റെ ക്രൂശാണ്. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. ഇവിടുത്തെ ആ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം. കർത്താവ് കാൽവറിയിലൂടെ നിവർത്തിച്ച ആ രക്ഷണ്യ പ്രവൃത്തിയിലെ വിശ്വാസം, ആ വിശ്വാസത്താൽ രക്ഷപ്പെടുമെന്ന് ഇതിനു മുമ്പിൽ ഒരു മനുഷ്യർക്കും അറിയത്തില്ലായിരുന്നു. ക്രൂശിലൂടെ രക്ഷയുണ്ടെന്നോ, അല്ലെങ്കിൽ ക്രൂശീകരണത്തിൽ കൂടി ഒരു വലിയ രക്ഷാമാർഗം ഈ ലോകത്തിന് തുറക്കാൻ പോകുന്നു, ദേഹം എന്ന തിരശീല ചീന്തി ഒരു വലിയ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന രക്ഷാമാർഗം ഇവിടെ ആരംഭിക്കാൻ പോകുന്നുവെന്ന് ഒരു മനുഷ്യർക്കും അറിയത്തില്ല. അതുകൊണ്ട് അവരെല്ലാം യേശു ക്രിസ്തുവിനെ പ്രസംഗിച്ചിരുന്നു. ആ യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നതിലൂടെ അല്ല ഈ കാലഘട്ടത്തിലെ രക്ഷ. അതുകൊണ്ടാണ് പോളിനെ ദൈവം സ്വർഗത്തിൽ ആ മറഞ്ഞിരുന്ന സ്വർഗീയ പദ്ധതി വെളിപ്പെടുത്തുന്നത്. അവിടെ പറയാണ് ടു സ്റ്റാബ്ലിഷ് യു. ഈ വാക്കുകളെല്ലാം വളരെ അർത്ഥമുള്ള വാക്കുകളാണ്. ടു സ്റ്റാബ്ലിഷ് യു അക്കോർഡിംഗ് ടു മൈ ഗോസ്പൽ. ഇതിനു മുമ്പ് ഒത്തിരി പേര് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് പഠിച്ചാൽ പോരെ. നമുക്ക് മോശയെ തന്നിട്ടുണ്ട്, 5 ന്യായപ്രമാണ പുസ്തകങ്ങൾ തന്നിട്ടുണ്ട്, പ്രവാചക പുസ്തകങ്ങളുണ്ട്, കെത്തുബീം എന്ന് പറയുന്ന സങ്കീർത്തനങ്ങളും സദൃശവാക്യങ്ങളും സഭാപ്രസംഗി, ഇതൊക്കെ പഠിച്ചാൽ പോരെ. നമ്മുടെ രക്ഷ ഒരു പ്രത്യേക കാലഘട്ടമായത്. ഈ ലോകത്തിന്റെ പാപത്തിന് കർത്താവായ യേശു ക്രിസ്തു, അഖിലാണ്ടത്തിന്റെ ഉടയവനായ ദൈവം ലോകത്തിൽ വന്ന് ആ പാപത്തിന് പരിഹാരം വരുത്തിയിരിക്കുക. അതിനുശേഷമുള്ള ജനമാണ് നമ്മൾ. ദൈവം അവിടെ ഒരു കൃപ കാലഘട്ടം ആരംഭിച്ചിരിക്കുക. യഹൂദൻ എന്ന് പറഞ്ഞ് വിളിച്ച് വേർതിരിച്ച ഒരു ജനത്തിന് മാത്രമല്ല, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചിരിക്കുന്നു. ദൈവത്തിന് പ്രസാദം തോന്നി ഒരു പ്രത്യേക ഗ്രേസ് പീരീഡ് ആരംഭിച്ചിരിക്കുക. ഇവിടുത്തെ രക്ഷ കർത്താവിന്റെ ക്രൂശാണ്. ആ ക്രൂശിലൂടെ ഒഴുകിയ രക്തമാണ്. അതുകൊണ്ടാണ് പറയുന്നത് ടു സ്റ്റാബ്ലിഷ് യു അക്കോർഡിംഗ് ടു മൈ ഗോസ്പൽ ആൻഡ് പ്രീച്ചിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് അക്കോർഡിംഗ് ടു ദ റെവലേഷൻ ഓഫ് മിസ്റ്ററി. നിങ്ങൾ എന്തെങ്കിലും പ്രസംഗിച്ചിട്ട് കാര്യമില്ല. അക്കോർഡിംഗ് ടു ദ റെവലേഷൻ ഓഫ് ദ മിസ്റ്ററി വിച്ച് വാസ് കെപ്റ്റ് സീക്രട്ട് സിൻസ് ദ വേൾഡ് ബിഗാൻ. ഉലകം സ്ഥാപിക്കുന്ന അന്ന് മുതലേ സ്വർഗത്തിൽ ദൈവം മറച്ചു വെച്ചിട്ട് എനിക്ക് വെളിപ്പെടുത്തി തന്ന, എന്നിലൂടെ അറിയിച്ച ആ സുവിശേഷത്തിലാണ് നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതെന്ന് പറഞ്ഞ് പൗലോസിനെയും ബർന്നബാസിനെയും അന്ത്യോക്യയിൽ വെച്ച് ദൈവം വിളിച്ചു വേർതിരിച്ചിരിക്കുക. ഈ കാര്യം അറിയത്തില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര വടവൃക്ഷം പോലെ വളർന്നാലും ദൈവിക പദ്ധതിയുടെ വെളിയില. ദൈവം എന്തിനു വേണ്ടി വിളിച്ചു എന്ന് നിങ്ങൾ അറിയാതെ പോവുകയാണ്. ഇതെല്ലാവർക്കും വെളിപ്പെട്ടു, ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്ന് ഒരു പക്ഷെങ്കിൽ നിങ്ങൾ ചിന്തിച്ചേക്കാം തർക്കബുദ്ധിക്ക്. പക്ഷെ ഉണ്ടെങ്കിൽ ബൈബിളിൽ കൂടെ തന്നെ അതിന് ഞാൻ മറുപടി പറയാം. ആർക്കാണ് ഇത് വെളിപ്പെട്ടത്? 12 അപ്പോസ്തലന്മാരോ വേറെ ആരെങ്കിലും, അല്ലെന്നുണ്ടെങ്കിൽ ഓൾഡ് ടെസ്റ്റ്മെന്റിലെ പ്രവാചകന്മാരോ അവരുടെ പുസ്തകങ്ങളിലോ പോകട്ടെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ലോകത്തിലെ മിനിസ്ട്രി മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാനിലോ എവിടെയെങ്കിലും നിങ്ങൾ ഈ വിഷയം പറഞ്ഞിരിക്കുന്നതായിട്ട് കാണിക്കാൻ പറ്റുമോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാണാൻ പറ്റത്തില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് സ്വർഗത്തിൽ മറഞ്ഞിരുന്ന ഒരു സ്വർഗീയ പദ്ധതി. എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങളുടെ അതൊന്ന് ഉൾക്കൊള്ളാനായിട്ട്, നിങ്ങളുടെ ഹൃദയം തുറക്കുവാനായിട്ട് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുക. അന്ത്യോക്യയിലെ ഒരു വർഷത്തെ ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവ് വിളിച്ച് വേലയ്ക്കായിട്ട് പൗലോസിനെയും ബർന്നബാസിനെയും വിളിച്ച് വേർതിരിക്കുന്നത് പരിശുദ്ധാത്മാവ. ചുമ്മാ ഒരു ടൂറിന് കൊണ്ടുപോകുമല്ല,
അടുത്ത ഒരു തലത്തിലേക്ക് അവരെ നയിക്കുക. കാര്യം അവർ അന്ത്യോക്യയിൽ ആരംഭിച്ചിരിക്കുന്നത് ക്രൈസ്റ്റ് അലോൺ, ക്രൈസ്ത്യൻസ്, ക്രിസ്തുവിൽ പരിപൂർണ ആശ്രയം, ആർക്കും രക്ഷപ്പെടാം. ഇവിടെ മോശയുടെ ന്യായപ്രമാണത്തിലെ 10 കൽപ്പനകൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലും വേറെ യഹൂദിയ മറ്റുള്ള നിയമങ്ങളുടെ ഒന്നും ആവശ്യമില്ല. ഏത് ജാതികൾക്കും രക്ഷിക്കപ്പെടാവുന്ന രീതിയിൽ അവരിൽ കൂടെ കർത്താവ്, ക്രൈസ്റ്റ് അലോൺ എന്ന് പറയുന്ന ഒരു മാർഗം അവർ ആരംഭിച്ചിരിക്കുക. യേശു ക്രിസ്തുവിലൂടെ രക്ഷ. അവിടെ പൗലോസ് അപ്പോസ്തലനെ പരിശുദ്ധാത്മാവ് ബർന്നബാസിനെയും ചേർന്ന് വിളിച്ച് അടുത്ത ഒരു തലത്തിലേക്ക് അവരെ നയിക്കുക. ഇതായിരുന്നു ആക്ച്വലി ക്രിസ്ത്യാനിറ്റിയുടെ അടുത്ത ഒരു തലത്തിലേക്ക് അവർ കയറേണ്ടി വരുന്നത്. ഇത് കാണിച്ചു കൊടുത്തിരിക്കുന്നത് 12 അപ്പോസ്തലന്മാർക്കോ പഴയ നിയമത്തിലെ പ്രവാചകന്മാർക്കോ അല്ല. എഫേസ്യ ലേഖനം ഒരു വാക്യം കൂടെ കാണിക്കാം. എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 2-3 വാക്യങ്ങൾ. എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 2-3 വാക്യങ്ങൾ. അവിടെ പറയുക, ഇഫ് യു ഹാവ് ഹേർഡ് ഓഫ് ദ ഡിസ്പെൻസേഷൻ ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ് വിച്ച് ഇസ് ഗിവൺ മീ ടു യുവേർഡ്. നിങ്ങൾക്കായിട്ട് എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥയെ കുറിച്ച് അടുത്ത വാക്യത്തിൽ പറയുകയാണ്, ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയതുപോലെ വെളിപ്പാടിനാൽ എനിക്ക് ഒരു മർമ്മം അറിയായി വന്നുവെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. നമ്മൾ ഈ ഈണത്തിലും ട്യൂണിലും ഒക്കെ വായിച്ച് അങ്ങനെ പോകുമെങ്കിലും ഇതൊന്ന് ശ്രദ്ധിച്ച് വായിക്കണം. ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത് എന്നുള്ളത്. പോൾ പറയാണ്, ഇഫ് യു ഹാവ് ഹേർഡ് ഓഫ് ദ ഡിസ്പെൻസേഷൻ ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ്, കൃപായുഗം എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ചും കൃപയുടെ വ്യവസ്ഥയെക്കുറിച്ചും നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് തന്ന ആ ഒരു കൃപായുഗത്തെ കുറിച്ച് വിച്ച് ഈസ് ഗിവൺ മീ ടു യുവേർഡ്. എങ്ങനെ തന്നു എന്നാ പോൾ പറയുന്നത്? അടുത്ത വാക്യം കണ്ടില്ല, ഹൗ ദാറ്റ് ബൈ റെവലേഷൻ, വെളിപ്പാടിനാൽ. ഇതാരും എഴുതി തന്നിരിക്കുന്നതല്ല, എന്നെ ആരും പഠിപ്പിച്ചതല്ല, ഞാൻ 12 അപ്പോസ്തലന്മാരോട് നടന്ന് പഠിച്ചെടുത്തതല്ല. എന്റെ കഴിവിനും എനിക്ക് ഗമാലിയേലിന്റെ പാതപിടുത്തെങ്കിലിരുന്ന് ഞാൻ ന്യായപ്രമാണം പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് എന്റെ ആ കഴിവിൽ ഞാൻ പഠിച്ചെടുത്തതല്ല. മനസ്സിലായോ? ഹൗ ദാറ്റ് ബൈ റെവലേഷൻ ഹി മെയ്ഡ് നോൺ അൺടു മീ ദ മിസ്റ്ററി. ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുക. ആസ് ഐ റോട്ട് ഫോർ ഇൻ ഫ്യൂ വേർഡ്സ്, മേലെ ചുരുക്കത്തിൽ എഴുതിയതുപോലെ വെളിപ്പാടിനാൽ. ഈ വെളിപ്പാട് അറിയത്തില്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി വട്ടപൂജ്യമാണ്. നിങ്ങൾക്ക് എത്ര വലിയ ആഡംബരമായ അന്തർമന്ദിരങ്ങൾ ഉണ്ടായാലും ആചാര്യന്മാരുണ്ടായാലും ഈ വെളിപ്പാട് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ വട്ടപൂജ്യമാണ്. വെളിപ്പാടിനാൽ എനിക്ക് ഒരു മർമ്മം അറിയായി വന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ആർക്ക്? ഞങ്ങള് 12 അപ്പോസ്തലന്മാർക്ക്, ഞങ്ങൾ ആൾക്കാർക്ക് എല്ലാവർക്കും ഇത് വെളിപ്പാടിനാൽ അറിവായി വന്നു എന്നാണോ പറഞ്ഞിരിക്കുന്നത്? എനിക്ക് ഒരു മർമ്മം അറിയായി വന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഈ മർമ്മമാണ് നമ്മൾ അറിയേണ്ടത്. നിങ്ങൾ അത് വായിച്ചാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധ്യം നിങ്ങൾക്ക് ഗ്രഹിക്കാം. ആ മർമ്മം ഇപ്പോൾ തന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിയായി വന്നിരുന്നില്ല. എഫേസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ പോൾ പറയുക, ഈ കാലഘട്ടത്തിൽ അപ്പോസ്തലന്മാർക്ക്, പ്രവാചകന്മാർക്ക്, അതായത് സഭയിൽ ദൈവം കൽപ്പിച്ചാക്കിയിരിക്കുന്ന അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും സഭയെ നയിക്കുവാനായിട്ട് അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും സഭയിൽ നിയമിച്ചു. അതിലെ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ദൈവം അത് അധികമായി വെളിപ്പെടുത്തി കൊടുക്കുകയും അവരത് സഭയിൽ അറിയിക്കുകയും അങ്ങനെ സഭ വളരുകയും ചെയ്യുക. ഇതാ പറയുന്നത്, ഇഫ് യു ഹാവ് ഹേർഡ് ഓഫ് ദ ഡിസ്പെൻസേഷൻ ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ്. ഈ കാലഘട്ടത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ, എനിക്ക് ദൈവം മനസ്സിലാക്കി തന്ന ആ രക്ഷാ വ്യവസ്ഥയെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെനിക്ക് എങ്ങനെയാ കിട്ടിയത്? ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയതുപോലെ വെളിപ്പാടിനാൽ എനിക്കൊരു മർമ്മം അറിയായി വന്നു. How that by revelation he made known unto me the mystery. ഈ കാര്യമാണ് ക്രിസ്ത്യാനിറ്റിയുടെ മർമ്മം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്, ഇതിന്റെ എന്താ പറയുന്നത്, ഇതിന്റെ നട്ടെല്ലെന്ന് പറയുന്നത്. ഇതറിയാതെ, പോളിനെ അറിയാതെ, പോളിലൂടെ മനസ്സിലാക്കി കിട്ടിയ വെളിപ്പാട് അറിയാതെ നമ്മൾ ക്രിസ്ത്യാനിറ്റിയാന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. ഈ മർമ്മത്തിനനുസരിച്ചുള്ള സുവിശേഷമാണ് ഇന്നത്തെ സുവിശേഷം. Preaching of Jesus Christ according to the revelation of the mystery. നിങ്ങൾ ഇന്ന് യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കേണ്ടുന്നത് കർത്താവ് കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയ അത്ഭുതമല്ല, അല്ലെങ്കിൽ വെള്ളത്തിന് മീതെ നടന്ന കാര്യമല്ല നമ്മുടെ വിഷയം. നമ്മൾ ജഡപ്രകാരം കർത്താവിനെ അറിയുന്നേ ഇല്ല. കർത്താവ് മരിച്ചുയർത്തെഴുന്നേറ്റതിനു ശേഷം സ്വർഗത്തിൽ നിന്ന് ഒരു ദൈവത്തിന്റെ ഒരു മിനിസ്ട്രി ഉണ്ട്. ആ മിനിസ്ട്രിക്ക് വേണ്ടി കർത്താവ് ലോകത്തിൽ ഒരു അപ്പോസ്തലനെ വിളിച്ച് വേർതിരിക്കുക. അത് സ്വർഗത്തിൽ മറഞ്ഞിരുന്ന ഒരു സ്വർഗീയ മർമ്മമാണ്. അത് കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യർ 2-ാം അധ്യായം അതിന്റെ 7-8 വാക്യങ്ങളിൽ പറയുക, ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ
നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനം അത്രേ മർമ്മമായിട്ട് ഞങ്ങൾ പ്രസ്താവിക്കുന്നു. ഈ മർമ്മമാണ് ഞങ്ങൾ പ്രസ്താവിക്കുന്നത്. ഇതിനു മുമ്പ് ഒരു മനുഷ്യർക്കും അറിയത്തില്ലായിരുന്നു. അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞില്ല. ഇവിടെ പ്രഭുക്കന്മാരെന്നൊക്കെ പറയുന്നത് ഇവിടുത്തെ ഒരു മനുഷ്യരും അറിഞ്ഞിരുന്നില്ല, ഒരു സാത്താനും അറിഞ്ഞിരുന്നില്ല, സ്വർഗത്തിലെ സാത്താന്റെ ദൂതന്മാരായിട്ട് ഒരു മനുഷ്യർ ഇത് അറിഞ്ഞിരുന്നില്ല. അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നു എങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു. ഇതാ നമ്മുടെ രക്ഷാമാർഗം. അത് സാത്താൻ അറിയാമായിരുന്നുവെങ്കിൽ അവൻ ഒരിക്കലും ക്രൂശ് സപ്പോർട്ട് ചെയ്യത്തില്ലായിരുന്നു. അവൻ ഒരിക്കലും യൂദായിൽ കയറിയിട്ട് ക്രൂശ് എക്സിക്യൂട്ട് ചെയ്യുവാനായിട്ട് അതിനുവേണ്ടി പ്രയത്നിക്കത്തില്ലായിരുന്നു. ക്രൂശ് നടന്നു എന്നവൻ ഉറപ്പാക്കത്തില്ലായിരുന്നു. ക്രൂശിലൂടെ അവസാനത്തെ തുള്ളി രക്തം ഒഴുകി ഇറങ്ങുമ്പോഴും അവൻ ആ മരക്കുരിശിൽ നോക്കിയിട്ട് സന്തോഷത്തോട് പറയുന്നുണ്ടാകും, ഫൈനലി ഇറ്റ് ഈസ് ഡൺ. എന്നാൽ അത് അവൻ അറിഞ്ഞിരുന്നുവെങ്കിൽ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു. കാര്യം ഈ ക്രൂശിലൂടെ ഒരു വലിയ രക്ഷാമാർഗം ആരംഭിക്കുക. ഇതിലെ വിശ്വാസത്താൽ സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിക്കുക. ഹാഡ് ദൈ നോൺ ഇറ്റ്, സാത്താൻ ഇതിനെക്കുറിച്ച് ഒരു ചെറിയ ക്ലൂ എങ്കിലും കിട്ടിയിരുന്നെങ്കിൽ അവൻ ഇതിനെ സമ്മതിക്കത്തില്ലായിരുന്നു. ഇത് ഞാൻ പറയുന്നതല്ല, ദൈവവചനം. എന്റെ സകലതും അറിയാവുന്ന ദൈവം, സകലവും സൃഷ്ടിച്ച ദൈവം അനാദി കാലം മുതൽ മറച്ചു വെച്ചിരുന്ന ഒരു മർമ്മമാണ് ഞാൻ ഈ വെളിപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നത്. ഞാനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. ഇതാ ക്രിസ്ത്യാനിറ്റിയുടെ സുവിശേഷം എന്ന് പറയുന്നത്. ക്രിസ്ത്യാനിക്ക് ഈ സുവിശേഷം അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ക്രിസ്ത്യാനിറ്റി എന്താണ്, എന്ത് ചെയ്തിട്ടാണ് ക്രിസ്ത്യാനിറ്റി നമ്മൾ രക്ഷിക്കപ്പെടുന്നത്? ഹല്ലേലൂയ. ഈ മർമ്മം, ഇതാണ് നമ്മുടെ അടിസ്ഥാന പ്രമാണം. ഇതിൽ നമ്മൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ ഏത് മനുഷ്യനും രക്ഷയാ. ഇവിടെ പാരമ്പര്യമോ നമ്മുടെ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഒരു ബാധകമല്ല. നമ്മുടെ CV കാണിച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ റെസ്യൂമെ കാണിച്ചിട്ട് രക്ഷിക്കപ്പെടുന്ന ഒരു മാർഗമല്ല ക്രിസ്ത്യാനിറ്റി. ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെ ചെയ്തു, എനിക്കതറിയാം, ഞാൻ ഇത് പഠിച്ചു, ഞാൻ BTH ആണ്, ഞാൻ MTH ആണ്, എനിക്ക് ഇത്ര സഭയുണ്ട്. നിങ്ങളുടെ റെസ്യൂമി കണ്ട് രക്ഷപ്പെടുന്ന ഒരു പ്രസ്ഥാനമല്ല ക്രിസ്ത്യാനിറ്റി. ഈ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന ദൈവിക മാർഗത്തെ ഇതിനെ മറയ്ക്കണമെന്നുണ്ടെങ്കിൽ ക്രെഡിബിൾ ആയിട്ടുള്ള, ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു പ്രസ്ഥാനം അതിന്റെ കൂടെ പാരലായിട്ട് വരണം. സാത്താൻ നമ്മൾ വിചാരിക്കുന്ന മാതിരി അവൻ അത്ര മൊണ്ണയല്ല നമ്മൾ ക്രിസ്ത്യാനികളെ പോലെ. അവനറിയാം എന്ത് ചെയ്തു കഴിഞ്ഞാൽ ഇതിനെ അവൻ പറയുന്നത് കേട്ടില്ല, ഇതിനു മുമ്പ് നമ്മൾ വായിച്ചു കേട്ടില്ല, ഹാഡ് ദൈ നോൺ ഇറ്റ്. കർത്താവ് പറയാണ്, സാത്താൻ അറിഞ്ഞിരുന്നുവെങ്കിൽ, ദൈവവചനം നമ്മളെ പഠിപ്പിക്കുക, അറിഞ്ഞിരുന്നെങ്കിൽ അവൻ ക്രൂശിനെ സമ്മതിക്കത്തില്ലായിരുന്നു. അവൻ എന്നാ അറിഞ്ഞത്? സഭയെ കണ്ടു തുടങ്ങിയപ്പോഴാണ് അവന് മനസ്സിലാകുന്നത് അവന്റെ സ്ഥാനം പോയി, അവനെ വെട്ടിക്കളയാൻ പോകുന്നു. ഫൈനലി അനാദി നിർണയം ദൈവം എന്തായിരുന്നു തീരുമാനിച്ചിരുന്നത് എന്നുള്ളത് സഭയെ കാണുമ്പോഴാണ് അവന് മനസ്സിലാകുന്നത്. ഇത് ഇവന് നേരത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ അവന് പല്ലും നഖവും ഉപയോഗിച്ച് അതിനെ എതിർത്തേനെ. യാതൊരു വിധത്തിലും ക്രൂസിൽ കൂടെയുള്ള രക്ഷാമാർഗം ലോകത്തിൽ നിറവേറാതിരിക്കുവാൻ അവൻ ശ്രമിച്ചേനെ. നിങ്ങൾക്ക് അപ്പൊ വേണമെങ്കിൽ ചോദിക്കാം, അവൻ ശ്രമിച്ചാൽ ദൈവത്തിന് അതിന് മേലെ പ്രവർത്തിക്കാൻ കഴിയത്തില്ലേ? തീർച്ചയായിട്ടും കഴിയും. പക്ഷെ ദൈവം അന്യായമായിട്ട് ഒരു കാര്യവും ചെയ്യത്തില്ല. ഏതൻ തോട്ടത്തിൽ ആദാമിനെ കൊണ്ട് പഴം വേണമെന്നുണ്ടെങ്കിൽ കർത്താവിന് തീറ്റിക്കാതിരിക്കാം. പക്ഷെ ദൈവം അന്യായമായിട്ട് ഒന്നും ചെയ്യത്തില്ല, ന്യായമായിട്ടുള്ള കാര്യങ്ങളെ ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് തിരുവചനം നമ്മളോട് പറയുക, അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു എന്ന്. ഇവിടെ പാരലായിട്ട് ഒരു മാർഗം വേണം. നമുക്ക് യാതൊരു വിധത്തിലും അത് തെറ്റാണെന്ന് തോന്നരുത്. അപ്പൊ തന്നെ അത് തെറ്റായിരിക്കണം. അതിനകത്ത് നിന്ന് കഴിഞ്ഞാൽ ഇവന് യാതൊരു വിധത്തിലും ഇതിനകത്ത് നിന്ന് പിടിവിട്ട് പോകാൻ ഇടയാകല്ല. ക്രെഡിബിൾ ആയിരിക്കണം, ലെജിറ്റിമേറ്റ് ആയിരിക്കണം. അങ്ങനെ ഒരു പ്രസ്ഥാനം കൂടെ വളർന്നു വരണം. അങ്ങനെ ക്രിസ്ത്യാനിറ്റി പന പോലെ തഴച്ചു വളർന്നു. അപ്പൊ അവിടെ ചോദിക്കാം, അവിടെ അപ്പോ പീഡനം ഉണ്ടായിരുന്നല്ലോ, അവർക്ക് കഷ്ടപ്പാടുണ്ടായിരുന്നല്ലോ, അവർ കടന്നുപോയ പെർസിക്യൂഷനുകളൊക്കെ ഭയങ്കരമല്ലേ, അതൊക്കെ എന്തിനാ ചെയ്തതെന്ന്. ഒരു പ്രസ്ഥാനത്തെ രാഷ്ട്രീയപരമായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ നാമമാത്രമായ ഒരു പ്രസ്ഥാനത്തെ വളർത്തിക്കൊണ്ട് വരണമെന്നുണ്ടെങ്കിൽ അത് നിൽക്കത്തില്ല. അതിനെ ആഴത്തിൽ വേരൂന്നി വളരണമെന്നുണ്ടെങ്കിൽ അതിന് പെർസിക്യൂഷൻ ആവശ്യമാണ്, പീഡനം ആവശ്യമാണെന്ന് നമുക്കറിയാവുന്നതിനേക്കാട്ടിൽ അറിയാവുന്ന ഒരാളാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ ഉറപ്പിക്കുവാനായിട്ട് തല്ലും തലോടലും കൊടുക്കും, അനുഗ്രഹവും കഷ്ടതയും കൊടുക്കും. അതുകൊണ്ടാണ് നമ്മൾ കാണുന്നത് റാപ്പിഡ് ഗ്രോത്ത് ഇൻ ഓൾ റോമൻ എംപയർ.
ആ റോമ സാമ്രാജ്യത്തിലുള്ള എല്ലാ സ്ഥലങ്ങളിലും ഒരു ഭയങ്കര റാപ്പിഡ് ഗ്രോത്ത് ആയിരുന്നു ക്രിസ്ത്യാനിറ്റിക്ക്. കഷ്ടതയുണ്ടോ? ഉണ്ട്. കഷ്ടപ്പാടുകളുണ്ട്. ഭയങ്കര പ്രയാസങ്ങളിൽ കൂടെ അവർ കടന്നു പോയിട്ടുണ്ട്. ഭയങ്കര എന്താ പറയുന്നത്, രക്തസാക്ഷിത്വങ്ങള് നമ്മള് അത് ഒത്തിരി കേട്ടിട്ടുണ്ട്. നീറോ ഒക്കെ മാതിരിയുള്ള ചക്രവർത്തിമാര് അവരെ നീചമായി പീഡിപ്പിച്ചുവെന്നും അവരെ നീചമായിട്ട് കുല ചെയ്തുവെന്നും ആ പെർസിക്യൂഷൻസ് അവരെ എങ്ങനെ കുല ചെയ്തു എന്നൊക്കെ ഇന്നും കേൾക്കുമ്പോൾ നമ്മുടെ രക്തം തിളയ്ക്കും. നമ്മൾ വേറെ എല്ലാ കാര്യങ്ങളും സ്വിച്ച് ഓഫ് ചെയ്തിട്ട് അത് ശ്രദ്ധിക്കും. അത് നമ്മളുമായിട്ട് അതുപോലെ അഫക്റ്റഡ് ആകണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള പെർസിക്യൂഷൻസ് വന്നു കഴിഞ്ഞാൽ സഭയെ വളർത്താൻ പറ്റുമെന്നുള്ളത് സാത്താന് നന്നായിട്ട് അറിയാം. അത് പീഡനത്തിനെ സാധിക്കത്തുള്ളൂ. അങ്ങനെ സഭ ആഴത്തിൽ വളരുവാനായിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ ആ പ്രസ്ഥാനം ആഴത്തിൽ വളർന്ന് വലിയ വടവൃക്ഷം മാതിരി, വലിയ ആൽവൃക്ഷം മാതിരി അത് വളരുവാനായിട്ട് ഇടയായി. കഷ്ടപ്പാടില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്നും വളരത്തില്ല. ഇന്ന് സൗദി അറേബ്യയിൽ നടക്കുന്ന ക്രിസ്ത്യാനിറ്റി വളരുന്നത് പോലെ യു കെയിൽ വളരത്തില്ല. യു കെയിൽ നല്ല മണ്ണ്, ഇഷ്ടം പോലെ പള്ളിയും പ്രസ്ഥാനങ്ങളും ഉണ്ട്. വേണമെന്നുണ്ടെങ്കിൽ മീറ്റിംഗ് നടത്താനാണെന്നുണ്ടെങ്കിൽ ഓടി നടന്ന് മീറ്റിംഗ് നടത്താനുള്ള സൗകര്യങ്ങളുണ്ട്. 250 മീറ്ററിനിടയിൽ, ഹാഫ് എ കിലോമീറ്ററിനിടയിൽ ഒരു വലിയ മന്ദിരം കാണാം, വലിയ പള്ളി കാണാം. അമ്പരചുംബിയായിട്ടുള്ള ഏകദേശം 500 വർഷം പഴക്കമുള്ള പള്ളികൾ കാണാം. പക്ഷെ ഒറ്റ കുഞ്ഞുങ്ങൾ ആ പള്ളിയിലില്ല. അത് മുഴുവൻ നർച്ചിയിലും വവ്വാലും പിടിച്ചു കിടക്കുക. അവിടുത്തെ ശവക്കോട്ട, ആ സെമിത്തേരി മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. വർഷത്തിൽ 2-3 ആരാധന നടക്കുന്ന ചില പള്ളികളുണ്ട്, അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇന്നിവിടെ ആരാധന ഉണ്ടെന്ന്. എന്നാൽ സൗദി അറേബ്യയിൽ അങ്ങനല്ല. എവിടെ പെർസിക്യൂഷൻ ഉണ്ടോ അവിടെ കാര്യങ്ങൾ ഉറപ്പാകത്തുള്ളൂ. എന്താ പറയുന്നത്, തീയത്ത് മുളച്ചത് വെയിലത്ത് വാടത്തില്ല എന്ന് പറയുന്നത് പോലെ ആ പെർസിക്യൂഷനിൽ കൂടെ വളർത്തിയാലേ അത് വളരത്തുള്ളൂ എന്നുള്ളത് ഇത് വളർത്തുന്ന ആളിന് നന്നായിട്ട് അറിയാം. റോമൻ ചക്രവർത്തി റേഷൻ കാർഡ് വഴി എല്ലാവർക്കും അവിടെ കേക്ക് വിതരണം ചെയ്യുന്നു, ക്രിസ്ത്യാനികൾക്കെല്ലാം കേക്ക് വിതരണം ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരത്തില്ല. അവർക്ക് പെർസിക്യൂഷനുകളും കഷ്ടപ്പാടുകളും ഒക്കെ കൊടുക്കുന്നത് അവരെ വളർത്താൻ വേണ്ടിയിട്ടാ, അറിഞ്ഞുകൊണ്ടാ. ആർക്ക് എന്ത് കൊടുക്കണം എന്ന് നന്നായി അറിയാവുന്ന ആളാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്ന് നിങ്ങൾ മറന്നു പോകരുത്. പീഡനങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ വിശ്വാസ യോഗ്യത, ക്രെഡിബിലിറ്റി അതിൽ വർദ്ധിക്കുക. അതിനുവേണ്ടി ജീവൻ കൊടുക്കാൻ നമ്മുടെ മനസ്സിൽ തീരുമാനങ്ങൾ എടുക്കുക. ഇനി അതിന്റെ പുറത്ത് അങ്ങനെ പെർസിക്യൂഷനിൽ കൂടി അങ്ങനെ വളർന്നു വന്ന ആ സഭയിൽ കാര്യങ്ങളെ കുറെ കൂടെ വഷളാക്കാനായിട്ട്, കുറെ കൂടെ ആ കാര്യങ്ങളെ ഉറപ്പിക്കാൻ, അതായത് സാത്താൻ ഇതിനെ അരക്കിട്ട് ഉറപ്പിക്കുക, ആ കാര്യങ്ങൾ കുറെ കൂടെ ഉറപ്പിക്കുവാനായിട്ട് അതിൽ പല ദുരുപദേശങ്ങൾ കയറി വരുവാനായിട്ട് ഇടയായി. നിങ്ങൾ ഒരു പക്ഷെങ്കിൽ കേട്ടിട്ടുണ്ടായിരിക്കും ഏറിയനിസം, നോസ്റ്റിസിസം, പാഗനിസം, പെലേജിയനിസം. ഇതെല്ലാം ഓരോരോ ദുരുപദേശങ്ങളാണ്. ആ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനിറ്റിയിൽ നുഴഞ്ഞു കയറിയ, തള്ളിക്കയറിയ ദുരുപദേശങ്ങളാണ് ഏറിയനിസം. ഏറിയനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ദൈവത്തിന്റെ സൃഷ്ടിയാണ്, കർത്താവിന്റെ ഡീറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണ്. കർത്താവിന്റെ ദൈവത്വത്തെ ഇല്ല എന്ന് പറയുന്ന, യേശു ക്രിസ്തു ദൈവമല്ല എന്ന് പറയുന്ന യേശു ക്രിസ്തു ദൈവത്തിന്റെ ഒരു സൃഷ്ടിയാണ്, ആദ്യജാതനാണ്. ഇതാണ് മോർമൻസും യഹോവ സാക്ഷികളും ഒക്കെ ഇന്നും പറയുന്നത്. യഹോവ സാക്ഷികളൊക്കെ യേശു ക്രിസ്തുവിന്റെ പേരിൽ പ്രാർത്ഥിക്കത്തില്ല. അന്നേരം തന്നെ അവരെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം അവർ ഇറങ്ങിപ്പോകും. അവരൊക്കെ വിശ്വസിക്കുന്നത് ഈ ആര്യനിസമാണ്. യേശു ദൈവത്തിന്റെ ഒരു സൃഷ്ടി, പിതാവായ ദൈവത്തിന്റെ ഒരു സൃഷ്ടിയാണ്, യേശു ക്രിസ്തുവിൽ ദൈവത്വം ഇല്ല എന്ന് വാദിക്കുന്ന ഒരു ഗ്രൂപ്പ് ആര്യനിസം. അതുപോലെ തന്നെ നോസ്റ്റിസിസം. ഇതുപോലെ ഒത്തിരി ഉപദേശങ്ങൾ കയറി. ജ്ഞാനവാദം എന്ന് പറയും, ഒരു പ്രത്യേകതരം ജ്ഞാനം, മറഞ്ഞിരിക്കുന്ന ഒരു ജ്ഞാനത്തിൽ കൂടിയാണ് നമ്മൾ രക്ഷ പ്രാപിക്കുന്നത് എന്നുള്ളൊരു പഠിപ്പേര് നോസ്റ്റിസിസം. അതുപോലെ പാഗനിസം. പാഗൻ എന്ന് പറയുന്നത് ഒത്തിരി ദൈവങ്ങൾ, പ്രത്യേകിച്ച് ഈ അശേര, തമ്മൂസ്, അർത്തമീസ് എന്നൊക്കെ പറയുന്ന ദേവി ദേവന്മാര്, അവരുടെ ആരാധന, അത് പലതരത്തിൽ കൂടെ ക്രിസ്ത്യാനിറ്റിയിൽ നുഴഞ്ഞു കയറി. ഇന്ന് നമ്മൾ കാണുന്ന ഒരുമാതിരിപ്പെട്ട ഒരു ക്രിസ്തീയ സഭ, ഞാൻ ഒന്നിന്റെ പേരെടുത്ത് പറയുന്നില്ല, കാര്യം ഞാൻ ഈ പറയുന്നത് ടോട്ടൽ ക്രിസ്ത്യാനിറ്റിയെ, അല്ലെന്നുണ്ടെങ്കിൽ കത്തോലിക്ക, പെന്തിക്കോസിനെയോ CSAയോ ബാപ്റ്റിസ്റ്റിനെയോ ഒന്നുമല്ല. ഹോൾ ക്രിസ്ത്യാനിറ്റി തെറ്റിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ വിഷയം. അതുകൊണ്ട് തന്നെ ഇന്ന് ക്രിസ്ത്യാനിറ്റിയിലെ ഒരു ഏതെങ്കിലും ഒരു സഭയിൽ നിങ്ങൾ പോയാൽ അവിടെ കാണുന്ന ഒട്ടുമുക്കാലും കാര്യങ്ങൾ, പ്രത്യേകിച്ച് റോമൻ കാത്തലിക്സ് വിശ്വാസം അതിനുള്ള സഭകളിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ആരാധനയിൽ കാണുന്ന ഒട്ടുമുക്കാലും കാര്യങ്ങൾ മുഴുവനും വന്നിരിക്കുന്ന പാഗനിസത്തിൽ നിന്ന് വന്നിരിക്കുന്നതാണെന്നുള്ളത് നിസ്തർക്കം പ്രൂവ് ചെയ്യാവുന്ന കാര്യങ്ങളും നമുക്ക് ക്ലിയർ ആയിട്ട് എവിഡൻസ് ഉള്ള കാര്യങ്ങളുമാണ്. അവർക്ക് തന്നെ കാണാൻ കഴിയും. നിങ്ങൾ സിമ്പിൾ ആയിട്ട് തമ്മൂസ് സെമിറാമീസ് എന്ന് ഇന്റർനെറ്റിൽ നിന്ന് അടിച്ചു നോക്കുക. സെമിറാമീസ്, തമ്മൂസ്,
എന്നൊന്ന് അടിച്ചു നോക്കിയിട്ട് അതിന്റെ പിക്ചർ ഒന്ന് പോയി കാണുക. നിങ്ങൾക്കറിയാം എന്തൊക്കെയാണ് അതിൽ വന്നിരിക്കുന്നത് എന്നുള്ളത്. ഞാൻ ഇത് കൂടുതൽ പറയുകയോ കൂടുതൽ പിക്ചറുകളൊക്കെ കാണിച്ച് നിങ്ങളെ ഇതിനകത്ത് നിന്ന് നിങ്ങളുടെ ആ ഒരു എന്താ പറയുന്നത് ഒരു ഒരു നെഗറ്റീവ് ഇതിലേക്ക് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഈ പറയുന്ന വിഷയത്തിന്റെ സീരിയസ്നെസ് ഒട്ടും പോകരുത് ഞാൻ ആഗ്രഹിക്കുന്നു. പാഗനിസം അത് മുഴുവനും ക്രിസ്ത്യാനിറ്റിയിൽ കയറുവാനായിട്ട് ഇടയായി. പെലേജിയനിസം കേട്ടിട്ടുണ്ടോ? പെലേജിയനിസം അതായത് കൃപയാലാണ് രക്ഷ എന്ന് വിശ്വസിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. പക്ഷെ എന്നുണ്ടെങ്കിൽ രക്ഷിക്കപ്പെടാൻ മാത്രം മതി കൃപ, അതിനുശേഷം പിന്നെ മുഴുവൻ നിൽക്കുന്നത് നമ്മുടെ പ്രവൃത്തിയില്ല. ബൈ ചാൻസ് പ്രവൃത്തി ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ വീണു പോകും. എന്തെങ്കിലും തെറ്റായ പ്രവൃത്തി ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അവിടെ തീർന്നു പോകും. ഇതാണ് പെലേജിയൻ പറയുന്നത്. പെലേജിയനിസം, സെമി പെലേജിയനിസം, പെലേജിയനിസം എന്നൊക്കെ പറയുന്ന ദുരുപദേശങ്ങൾ. ഞാൻ ഒരു ദിവസം ഏതെങ്കിലും ഒരു വിഷയത്തെ സംബന്ധിച്ച ഈ ദുരുപദേശങ്ങളെ കുറിച്ച് ഒരു ക്ലാസ് നമ്മൾ ചെയ്യും. അന്ന് ഞാൻ ഇതിന്റെ എല്ലാം പിക്ചറുകളൊക്കെ കാണിച്ചതിനെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഞാൻ പറഞ്ഞു വന്നത് ക്രിസ്ത്യാനിറ്റിയിൽ ഇങ്ങനെയുള്ള അറ്റാക്കുകളൊക്കെ ഉണ്ടായി തുടങ്ങി. കുറെ പേരെ വേറെ രീതിയിൽ ഓരോരോ വിശ്വാസത്തിൽ അങ്ങനെ ഉറപ്പിക്കുവാനായിട്ട്. ഇവിടെ എല്ലാം മനസ്സിലാക്കണം, പാരലായിട്ട് പൗലോസ് അപ്പോസ്തലനെ വിളിച്ച് ഭൂലോകത്തെ കീഴ്മേൽ മറിക്കുന്നവർ ഇവിടെയും എത്തിയിരിക്കുന്നു എന്ന് പറയുന്ന നിലയിൽ പരിശുദ്ധ ആത്മാവാൻ ദൈവം സ്വർഗത്തിലെ സ്വർഗീയ ഭണ്ഡാരം തുറന്ന് ആ സ്വർഗത്തിൽ മർമ്മമായിരുന്ന പദ്ധതി പൗലോസ് അപ്പോസ്തലനെ കാണിച്ച് ലോകത്തിന് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അതാണ് രക്ഷാമാർഗം, അതാണ് ബോഡി ഓഫ് ക്രൈസ്റ്റ്, അതാണ് സകല മനുഷ്യർക്കും ഞാനും നിങ്ങളും രക്ഷ പ്രാപിക്കുന്ന ക്രിസ്തീയ പദ്ധതി. സപ്പോസിറ്റ്ലി അതായിരിക്കണമായിരുന്നു. എന്നാൽ തുടങ്ങി വെച്ച പദ്ധതിയെ കംപ്ലീറ്റ് ആ പോളിന്റെ വെളിയിൽ നിന്നും പോളിൽ കൂടെ ആരംഭിച്ച ആ പദ്ധതിയിൽ നിന്നും ഡീവിയേറ്റ് ചെയ്യിപ്പിച്ചിട്ട് ഒരു നാമധേയ പ്രസ്ഥാനമാക്കി മാറ്റി. അവസാനം കോൺസ്റ്റന്റൈൻ ചക്രവർത്തി തന്നെ മതം മാറി. അതായത് റോമൻ എംപറർ ആയിരുന്ന കോൺസ്റ്റന്റൈൻ, കുസ്തന്തിനോസ് എന്ന് നമ്മൾ പറയുന്ന ആ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി തന്നെ മതം മാറി. അദ്ദേഹം ഈ വിശ്വാസത്തിലേക്ക് വരാനായിട്ട്, ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വരാനിടയായി. അങ്ങനെ അദ്ദേഹം ഈ പ്രസ്ഥാനത്തിന്റെ ചീഫായി പൊന്തീഫ് മാക്സിമസ്, ഒന്നാമത്തെ ആള്, ഈ ക്രിസ്ത്യാനിറ്റിയുടെ ഒന്നാമത്തെ ആൾ അദ്ദേഹമായി മാറുവാനായിട്ട് ഇടയായി. അങ്ങനെയാണ് കോൺസ്റ്റാന്റിനോപ്പിൾ കൗൺസിൽ, കോൺസ്റ്റാന്റിനോപോലീസ് എന്നാണ്, അതിനെയാണ് കോൺസ്റ്റാന്റിനോപ്പിൾ ഇന്ന് അറിയപ്പെടുന്ന ഈസ്റ്റാൻബുൾ. ആ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണ് അത് കോൺസ്റ്റാന്റിനോപ്പിൾ. തുർക്കിയിലെ ഈസ്റ്റാൻബുൾ എന്നറിയപ്പെടുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ, അവിടെ നടന്ന കൗൺസിൽ, അതിലെടുത്ത തീരുമാനങ്ങൾ. അതിനുശേഷം നിക്കിയ കൗൺസിൽ, കോൺസ്റ്റാന്റിനോപ്പിളിന് അടുത്ത വേറൊരു മെയിൻ സ്ഥലമാണ് നിക്കിയ എന്ന് പറയുന്നത്. ഇതിനെയാണ് നൈസിയൻ ക്രീഡ് അല്ലെങ്കിൽ നൈസിയൻ കൗൺസിൽ എന്നൊക്കെ അറിയപ്പെടുന്നത്. അതിനുശേഷം ആ ഒരു ടർക്കി മുഴുവനും, ഏഷ്യ മൈനർ എന്നറിയപ്പെടുന്ന ടർക്കി മുഴുവൻ റോമൻ ആധിപത്യത്തില. അവിടെ എല്ലാം ക്രിസ്ത്യാനിറ്റി വളരെ പരക്കുവാനായിട്ട് ഇടയായി. അതിനുശേഷം അതിലെ തന്നെ ഒരു മെയിൻ സിറ്റിയായ എഫെസോസ് എന്ന് പറയുന്നത്, ആ എഫെസോസ് കൗൺസിൽ, കോൺസ്റ്റാന്റിനോപ്പിൾ കൗൺസിൽ, ഈ നിക്കിയ കൗൺസിൽ, ഇതെല്ലാം ചേർന്നിട്ട് ക്രിസ്ത്യാനിറ്റിയെ ലീഗലി അപ്രൂവ് ചെയ്തു. അന്ന് വരെ പെർസിക്യൂഷൻ ഉണ്ടായിരുന്ന, അന്ന് വരെ കഷ്ടപ്പാടിൽ കൂടെയും രക്തസാക്ഷിത്വത്തിൽ കൂടെയും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ക്രിസ്തീയ വിശ്വാസത്തെ ലീഗലി അപ്രൂവ് ചെയ്തു. അതൊരു രാജകീയ മതമായി മാറി. യഥാ രാജ തഥാ പ്രജ എന്ന് പറയുന്ന മാതിരി ഓവർനൈറ്റിൽ എല്ലാവരും ക്രിസ്ത്യാനികളായി മാറി. അവിടെ വേറെ ഒരു മതക്കാരും ഇല്ലാത്ത രീതിയിൽ എല്ലാവർക്കും കൺവേർഷൻ ഉണ്ടായി. ഇവരാരും പൗലോസ് അപ്പോസ്തലന് വെളിപ്പെട്ട സ്വർഗീയ മർമ്മം എന്താണ്? വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ഈ സംഗതികളൊന്നും അറിഞ്ഞിട്ട് ക്രിസ്ത്യാനികളായവരല്ല. രാജാവിന്റെ ഓർഡർ അനുസരിച്ച് ക്രിസ്ത്യാനികളായവരാ. സഭ, ആ സഭയെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അരക്കിട്ട് ഉറപ്പിച്ച് അതിനെ നല്ല വടവൃക്ഷം മാതിരി വളർത്തിക്കൊണ്ടുവന്നു. ഇതാണ് സിറിയയിൽ നിന്നും ആരംഭിച്ച ഓർത്തഡോക്സ് വിശ്വാസം, സിറിയൻ ഓർത്തഡോക്സി. ഇതിലാണ് ഇന്നത്തെ നിങ്ങൾ കാണുന്ന എല്ലാ ക്രിസ്തീയ വിശ്വാസികളും നിൽക്കുന്നത്. സിറിയൻ ക്രിസ്ത്യൻസ്, സിറിയൻ കാത്തലിക്സ്, അല്ലെങ്കിൽ സിറിയൻ എല്ലാം മലങ്കര, സുറിയാനിയൊക്കെ വരാൻ കാര്യം ഇവിടെ നിന്ന് ആരംഭിച്ചിരിക്കുന്നുണ്ട്. സഭാ ചരിത്രം നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. കിട്ടുമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നത് ശരിയാണോ എന്നുള്ള സഭാ ചരിത്രത്തിലൊന്ന് വായിച്ചു നോക്കണം. അപ്പൊ തന്നെ ഒരു കാര്യം മനസ്സിലാക്കണം, സഭാ ചരിത്രം എഴുതിയിരിക്കുന്ന ആളിന് ഞാൻ ഈ പറയുന്ന വെളിപ്പാടിനെ കുറിച്ചോ ബൈബിളിൽ ഈ പറയുന്ന ഈ കറക്റ്റ് മാർഗത്തെ കുറിച്ചോ എത്രമാത്രം കാഴ്ചപ്പാടുണ്ട് എന്നുള്ളതിന്റെ അനുസരിച്ചിരിക്കും ആ സഭാ ചരിത്രത്തെ എഴുതിയിരിക്കുന്നത്. എന്നാൽ തന്നെ അതിലെ ആ മെയിൻ ഫാക്ടേഴ്സ് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ അറിവിനായിട്ടൊന്ന് വായിച്ചു വിടാം. ഇവിടെ പറയുകയാണ്, സഭാ ചരിത്രത്തിന്റെ ഏടുകളിൽ ഉള്ള ചില കാര്യങ്ങൾ ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. 1-ാം നൂറ്റാണ്ടിന്റെ അവസാന ദശകത്തിൽ തന്നെ സഭയിൽ വിശ്വാസത്യാഗം സംഭവിച്ചു. നിങ്ങൾക്കറിയാം, ആദ്യ നൂറ്റാണ്ടിന്റെ അവസാന ദശകങ്ങളിൽ എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ വിശ്വാസത്യാഗം സംഭവിച്ചു. കാര്യം അവർ അപ്പോസ്തലനായ പൗലോസിൽ കൂടെ അറിയിച്ച ആ വിശ്വാസത്തിലേക്ക് വരാതെ ഇവിടെ നിന്നും
ഇവിടെ നിന്നും അന്ത്യോക്യയിൽ പ്രാർത്ഥിച്ച് ആരംഭിച്ച ഒരു വിശ്വാസമുണ്ട്. അതിൽ തന്നെ തുടർന്നു. എന്നാൽ അതിന്റെ അടുത്ത തലത്തിലേക്ക് അവർ പോയില്ല. ആ സ്ഥലങ്ങളിലേക്കൊക്കെ അടുത്ത റാപ്പിഡ് ഗ്രോത്ത് ഉണ്ടായി. റോമൻ റോമൻ സാമ്രാജ്യം മുഴുവനും അതിനെക്കുറിച്ചൊരു ഗ്രോത്ത് ഉണ്ടായെങ്കിലും അത് അതിന്റെ അടുത്ത തലത്തിലേക്ക് പോയില്ല. പരിശുദ്ധാത്മാവിനാലുള്ള പ്രവർത്തനങ്ങൾ അവരുടെ ഇടയിലില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് അത് കാര്യം ദൈവം അത് കൈവിട്ടു. യഹൂദന്മാരുടെ പദ്ധതിയിൽ കൂടി ആരംഭിച്ചതാണെങ്കിലും ദൈവം അവരെ കുറിച്ച് ആഗ്രഹിക്കുന്ന അതിനെ അടുത്ത തലത്തിലേക്ക് പോകണം. പൗലോസ് അപ്പോസ്തലൻ കൂടെ ആരംഭിച്ച സ്വർഗത്തിൽ മർമ്മമായിരുന്ന സ്വർഗീയ പദ്ധതിയിലേക്ക് പോകണം. പക്ഷെ എന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഗലാത്തിയയിൽ വെച്ച് തന്നെ അവർ ആ ലീഗലിസത്തിലേക്ക് മാറിപ്പോവുകയും യെരുശലേമിൽ നിന്നുണ്ടായിരിക്കുന്ന ഇൻഫ്ലുവൻസ് കാരണം അവർ ന്യായപ്രമാണം ഫോളോ ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ പരിച്ഛേദന ഏൽക്കണം, മോശ പറഞ്ഞിരിക്കുന്ന കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിക്കണം എന്നുള്ള വിഷയത്തിലേക്ക് മാറിപ്പോകുവാനായിട്ട് ഇടയാകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പിന്നീട് പരന്ന ആ ഒരു ക്രിസ്തീയ വിശ്വാസം മുഴുവനും ആ ഒരു ഇൻഫ്ലുവൻസിൽ പോകുവാനായിട്ട് ഇടയായി. അപ്പൊ തന്നെ പാരലായിട്ട് പൗലോസിൽ കൂടെ ഒരു വലിയ ശുശ്രൂഷ നടക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിനാലുള്ള ഒരു വലിയ ശുശ്രൂഷ നടക്കുന്നുണ്ട്. അതിനെതിരായിട്ട് സാത്താൻ മാക്സിമം പോരാടിക്കൊണ്ടേയിരിക്കുക. പോൾ സഹിച്ചിട്ടുള്ള കഷ്ടതകളും പ്രയാസങ്ങളും നമുക്ക് അവിടെ നിന്ന് കാണുവാനായിട്ട് കഴിയും. 1-ാം നൂറ്റാണ്ട്, പോളൊക്കെ ഏകദേശം ഒരു 60-65 ആയപ്പോഴത്തേനും പോളിന്റെ കാലശേഷം കഴിഞ്ഞു. ആ 1-ാം നൂറ്റാണ്ടിന്റെ അവസാന ദശകത്തിൽ തന്നെ സഭയിൽ വിശ്വാസത്യാഗം സംഭവിച്ചു തുടങ്ങി. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമില്ല. സഭ അധ്യക്ഷ മേൽക്കോയ്മയിലേക്ക് പോയി. ഇതിനെ ഒരു അധ്യക്ഷന്റെ മേൽക്കോയ്മയിലേക്ക് വരുന്ന രീതിയിൽ അതിനൊരു ലീഡർ, അതിനൊരു അധ്യക്ഷൻ ഉണ്ടായി. ആ ഒരു പൊന്തീഫ് അല്ലെങ്കിൽ മാക്സിമസ് എന്ന് പറയുന്ന ഒരു അധ്യക്ഷ പദവിയിലേക്ക് കാര്യങ്ങൾ മാറി. 2-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിൽ തന്നെ ഭദ്രാസന സഭകളും ഉപസഭകളുമായിട്ട് അതിനെ വേർതിരിക്കുവാനായിട്ട് ഇടയായി. ഇവിടെ എല്ലാം ഭരണ സൗകര്യാർത്ഥം ഈ കാര്യങ്ങളെ വേർതിരിക്കുക. ഇതൊരു രാഷ്ട്രീയ പ്രസ്ഥാനം മാതിരി എങ്ങനെ ഇതിനെ ഭരിക്കുവാനും എങ്ങനെ ഇതിനെ മാനേജ് ചെയ്യാനും പറ്റുമെന്നുള്ള രീതിയിൽ ഉപസഭകളായിട്ട് ഭദ്രാസന സഭകളായിട്ട് അത് പിരിയുവാനായിട്ട് ഇടയായി. നഗര ബിഷപ്പും ഗ്രാമ ബിഷപ്പും തമ്മിൽ ഭേദം കൽപ്പിക്കപ്പെട്ടു. അതായത് ആ സിറ്റി ഭരിച്ചിരുന്ന ബിഷപ്പുമാര്, അവിടെ ഉണ്ടായിരുന്ന ബിഷപ്പുമാർക്കും ഗ്രാമ ബിഷപ്പുമാർക്കും തമ്മിൽ ഭേദം കൽപ്പിക്കപ്പെട്ടു. ഇതിന്റെ എല്ലാം കാരണമുണ്ട്. ഈ ഭേദം കൽപ്പിക്കാനൊക്കെ കാര്യം പിന്നീട് ആ ഒരു മേൽക്കോയ്മ നിലനിർത്താൻ വേണ്ടി ക്രിസ്ത്യാനികൾ ചുറ്റുമുള്ള ജാതികളിൽ നിന്ന് പല നടപടികളും ഉപദേശങ്ങളും സ്വീകരിക്കുകയും കൈക്കൊള്ളുകയും ചെയ്തു. അതൊക്കെ അംഗീകരിക്കാൻ തുടങ്ങി. അതായത് പല ഉപദേശങ്ങളും AD 200-കളും 300-കളൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേന് അടുത്തുള്ള ജാതീയ ഉപദേശങ്ങളിൽ നിന്ന് പല കാര്യങ്ങളും അവർ സ്വീകരിക്കാൻ തുടങ്ങി. ഇന്ന് നമ്മൾ കാണുന്നത് പോലെ പള്ളിയില് പല ഹൈന്ദവ മാർഗങ്ങളും ഇന്ന് നമ്മൾ പള്ളിയിൽ കാണുന്നത് പോലെ തന്നെ ഇപ്പം ഓണത്തിനും അതുപോലുള്ള ഉത്സവങ്ങൾക്കും ഒക്കെ ആ കാര്യങ്ങൾ, അത്തപ്പൂവും തിരുവാതിരയും ഒക്കെ നമ്മൾ ഇന്ന് പള്ളിയിൽ കാണുന്നത് പോലെ തന്നെ അവരുടെ കാലഘട്ടങ്ങളിൽ ജാതികളിൽ നിന്നുണ്ടായിരുന്ന ഒത്തിരി ഉപദേശങ്ങൾ ഓരോന്നോരോന്നായിട്ട് അക്കമിട്ട് കഴിഞ്ഞാൽ 100 കണക്കിന് നമുക്ക് നിരത്താൻ കഴിയും. അങ്ങനെ ഒത്തിരി ഉപദേശങ്ങൾ ജാതികളിൽ നിന്ന് സ്വീകരിക്കുവാനും അത് അംഗീകരിക്കാനും തുടങ്ങി. ആര്? ഈ ക്രിസ്തീയ മാർഗം. 3-ാം നൂറ്റാണ്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ മെത്രാസന ഭരണരീതി ആരംഭിച്ചു. മെത്രാപോലിറ്റ അതിനെ ഭരിക്കുന്ന രീതിയിൽ മെത്രാസന ഭരണരീതി ആരംഭിച്ചു. കോൺസ്റ്റന്റൈന്റെ മതം മാറ്റത്തോട് സഭ രാജ്യത്തോട് സഖ്യപ്പെട്ടു. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി മതം മാറിക്കഴിഞ്ഞപ്പോഴത്തേന് സഭ ആ രാജ്യവുമായിട്ട് സഖ്യപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി. ആ രാജ്യത്തിന് എന്ത് വേണമോ ആ രീതിയിൽ അതിനെ ഭരിക്കാൻ പാകത്തിന് കാര്യങ്ങൾ മാറി. സഭയുടെ അധ്യക്ഷന്മാർക്ക് രാജകീയ സ്ഥാനമാനങ്ങളും രാജകീയ വസ്ത്രങ്ങളും കൊടുത്തു. അവരുടെ വസ്ത്രങ്ങളും അവരുടെ പദവികളും അവരുടെ ഡ്രസ്സിങ് അവരുടെ എല്ലാ കാര്യങ്ങളും എന്താ പറയുന്നത് രാജകീയമായി, രാജകീയ സ്ഥാനമാനങ്ങളായി. അവർക്ക് ആഡംബര സൗകര്യങ്ങൾ, അസറ്റുകൾ, വസ്തുക്കൾ കരമൊഴിവായിട്ട് ലഭിക്കുക, ഭയങ്കര ആഡംബര സൗകര്യങ്ങൾ, അമ്പരചുംബികളായിട്ടുള്ള മന്ദിരങ്ങൾ, കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ടുള്ള അധികാരം, പല എന്താ പറയുന്നത് ആരാധനാ രീതികളും ചട്ടങ്ങളും ആരാധനാ രീതികളും എഴുതി ഉണ്ടാക്കി. ഇങ്ങനെയുള്ള ഗ്രൂപ്പുകൾ ചേർന്ന്, സിനഡുകൾ ചേർന്നിട്ട് ഒത്തിരി സഭ കാര്യങ്ങൾ എഴുതി ഉണ്ടാക്കുവാനായിട്ടും ഓരോ കൗൺസിലുകൾ ചേർന്ന് സഭ ഇന്നത് ചെയ്യണം, ഇന്നതുപോലെ ചെയ്യരുത്, ഇന്നതാണ് ആരാധനാക്രമം, ഡിവൈൻ ലിറ്റർജി, എങ്ങനെ ആരാധിക്കണം, എന്ത് പറയണം. ഇവിടെയൊന്നും ആരുടെയും കയ്യിൽ ബൈബിൾ ഇല്ല. പോൾ എഴുതി ലഭിച്ചിരിക്കുന്ന 13 സഭാ ലേഖനങ്ങളൊക്കെ ഇതിലുണ്ട്. ഇത് 4-ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴത്തേനാണ് ഈ ഒരു ഷേപ്പിൽ എത്തിച്ചത്. അതിനുശേഷമാണെങ്കിൽ ഇത് ആരുടെയും കയ്യിൽ കിട്ടിയിട്ടില്ല. 1515-കൾക്ക് ശേഷമാണ് ഇത് മനുഷ്യൻ കണ്ണിൽ കണ്ടു തുടങ്ങിയത്. ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തത് വിക്ലിഫ് മാതിരിയുള്ള ദൈവദാസന്മാരൊക്കെ ഇതിനെ ഇംഗ്ലീഷിലേക്ക് ആദ്യമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ഇത് ഒരുത്തരുടെയും കയ്യിൽ ലഭിക്കാൻ പറ്റത്തില്ല.
ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തവരെ കത്തിച്ച് കരിച്ച് കളഞ്ഞ് കുഴിച്ചിട്ടിട്ട് അവിടുന്ന് വീണ്ടും തോണ്ടിയെടുത്തിട്ട് എല്ലും മുട്ടവും വീണ്ടും കരിക്കുക ചെയ്യുന്നത്. അതുപോലെ എതിരായിരുന്നു ഇത്. നമ്മൾ 2000 വർഷമായിട്ട് ഫോളോ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എന്താ എഴുതിയിരിക്കുന്നതെന്ന് മനസ്സിലായി തുടങ്ങിയിട്ട് 50 വർഷത്തിൽ താഴെ ആയിട്ടുള്ളൂ, പ്രത്യേകിച്ച് മലയാളിക്ക്. ഇതിൽ എന്ത് എഴുതിയിരിക്കുന്നു എന്ന് മനസ്സിലായി തുടങ്ങിയിട്ട്. നമുക്ക് തന്നിരിക്കുന്ന ലിറ്റർജി ഉണ്ട്, എഴുതി തന്നിരിക്കുന്ന പരസ്യ ആരാധന ക്രമങ്ങളുണ്ട്. അതൊക്കെ എഴുതിയത് ഈ കാലഘട്ടങ്ങളിലും ഈ സിനഡുകളിലുമാണ്. അതല്ല ദൈവവചനം, അത് മനുഷ്യൻ എഴുതി ഉണ്ടാക്കിയിരിക്കുന്നതാണ്. പോളികാർപ്പ് എന്നും ക്ലെമന്റ് എന്നും ഐറേനിയസും ഒറിജിനും ഇഗ്നേഷ്യസും അത്തനേഷ്യസും ജെറോമും ജസ്റ്റിൻ മാർട്ടിയറും ഇതെല്ലാം സഭാ പിതാക്കന്മാരാണ്. ഇവരൊക്കെ ഇതിന് നേതൃത്വം കൊടുത്തവരാ. ഇവരൊന്നും ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. ചിലരുടെയൊക്കെ പിക്ചർ ഞാനൊന്ന് കാണിക്കാം. നിങ്ങൾക്ക് ഈ പിക്ചർ ഇത് കണ്ടില്ലേ? ഇത് ഐറേനിയസും ജസ്റ്റിൻ മാർട്ടിയറും ഒക്കെ മാതിരിയുള്ള സഭാപിതാക്കന്മാരാണ്, ആ കാലത്തിലെ സഭാപിതാക്കന്മാരാണ്. ഇവർക്ക് പൊളൈൻ റെവലേഷനുമായിട്ട് എന്ത് ബന്ധമാണുള്ളത്? ഇവരെല്ലാം ഇട്ടിരിക്കുന്ന രാജകീയ വേഷങ്ങളാണ്. ഇതെല്ലാം രാജകീയ പദവിയിൽ അവർക്ക് രാജാവ് കൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന വേഷങ്ങളാണ്. ഇതാണ് സഭാപിതാക്കന്മാർ. ഇവരിൽ കൂടിയാണ് ക്രിസ്ത്യാനിറ്റിയുടെ അടിസ്ഥാന കല്ലുകളിട്ട് അതിനെ വളർത്തിക്കൊണ്ടുപോകുന്നത്. AD 500 വരെയുള്ള കാലഘട്ടങ്ങളിൽ ക്രിസ്തീയ സഭയെ വിശ്വാസത്തെ നടത്തിയ നേതാക്കന്മാരാണ് സഭാപിതാക്കന്മാർ എന്ന് പറയുന്നത്. ആദ്യ നൂറ്റാണ്ടിൽ അപ്പസ്തോലന്മാരായിരുന്നു. ആദ്യ നൂറ്റാണ്ടിന്റെ അവസാന ദശകങ്ങൾ മുതൽ ചാർജ് ഏറ്റെടുത്തത് ഇവരാണ്. ഇവർക്ക് പൊളൈൻ റെവലേഷനുമായിട്ടും പൗലോസ് അപ്പോസ്തലനും കൂടെ വെളിപ്പെട്ട സ്വർഗത്തിൽ മർമ്മമായിരുന്ന, അന്ന് വരെ ഒരു മനുഷ്യർക്കും അറിയാതെ, ദൂതന്മാർക്ക് പോലും അറിയാതെ ദൈവം സ്വർഗത്തിൽ മറച്ചു വെച്ചിരുന്ന ഒരു സ്വർഗീയ മർമ്മം വെളിപ്പെടുത്താൻ പരിശുദ്ധ ആത്മാവ് പൗലോസിനെയും ബർന്നബാസിനെയും വേലയ്ക്കായി വിളിച്ചു വേർതിരിച്ച് അവരിൽ കൂടെ വെളിപ്പെട്ട ഒരു സ്വർഗീയ മർമ്മം വെളിപ്പെട്ട എത്ര പേരാ ഇതിൽ നിൽക്കുന്നതെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കുവാൻ ഞാൻ വിട്ടുതരിക. ഇവരെല്ലാം കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയിൽ കൂടെ ലഭിച്ച ആ പട്ടും വളയും അവരുടെ സ്ഥാനമാനങ്ങളും ആഡംബര വസ്ത്രങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പൊക്കോണ്ടിരിക്കുന്നവരാ. അവർ ക്രിസ്ത്യാനിറ്റിയെ ഒരു രാഷ്ട്രീയ മാർഗം, ഒരു സർക്കാർ സ്ഥാപനമാണ്. അവിടെ ജനം രക്ഷിക്കപ്പെടുക എന്നോ കർത്താവ് ക്രൂശിൽ മരിച്ചോ എന്നൊന്നും പറയുന്നത് അവർക്കൊരു വിഷയമല്ല. അവർക്ക് ഇന്നത്തെ നിങ്ങൾ നോക്കിക്കോ, ഈ പ്രസ്ഥാനത്തിലൊക്കെയുള്ള നേതാക്കന്മാരെ നിങ്ങൾ നോക്കിക്കോ, 2 ചോദ്യം കർത്താവിനെ കുറിച്ചോ ക്രൂശിനെ കുറിച്ചോ ഒക്കെ ചോദിച്ചിട്ട് അവരുടെ ഒന്നും ആൻസർ ഇല്ല. കാര്യം അവരതിലൊന്നും ബോധയിടല്ല. അതൊന്നും അല്ല അവരുടെ വിഷയം. സഭാ ഭരണം, ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ വേറെ കിടക്കുന്നു. ഇത് കണ്ടില്ലേ? ഇത് നിക്കിയ കൗൺസിലിന്റെ ഒരു പിക്ചറാ. ഇവിടെ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാണ് ഇത് ലീഡ് ചെയ്യുന്നത്. ഈ മീൻ വായൻ തൊപ്പിയുള്ള ഈ കർദിനാൾമാരാണ് ഇതെല്ലാം നിൽക്കുന്നത്. ഇവർക്കെല്ലാം എന്താണ് പൗലോസ് അപ്പോസ്തലനിൽ കൂടെ വെളിപ്പെട്ട കൃപയാൽ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന ആ വിശ്വാസത്തെ കുറിച്ചുള്ള അറിവ്. ഇവര് കോൺസ്റ്റാന്റിനോപ്പിൾ കൗൺസിലും നിക്കിയ കൗൺസിലും ഒക്കെ കൂടി പ്രമാണങ്ങൾ എഴുതി ഉണ്ടാക്കിയാണ്. നൈസിയൻ ക്രീഡ്, നിക്കിയ പ്രമാണം. ഇന്ന് ക്രിസ്ത്യാനിറ്റി നിൽക്കുന്നത് ഈ വിശ്വാസ പ്രമാണത്തിലാണ്. നിക്കിയ വിശ്വാസ പ്രമാണം, അതാണ് നമ്മുടെ അടിസ്ഥാനം, തായ്വേര്. അവിടെ എടുത്തത് ഈ തീരുമാനമാണ്. ഇവരെല്ലാം കൂടെ ചേർന്നിട്ടാണ് അവിടെ തീരുമാനമെടുത്ത്. ഇവരിൽ എത്രമാത്രം പരിശുദ്ധ ആത്മാവിനാൽ വിളിച്ച് വേർതിരിച്ച് പൗലോസ് അപ്പോസ്തലനിലൂടെ അറിയിച്ച സ്വർഗത്തിൽ മറഞ്ഞിരുന്ന മർമ്മം, ആ മർമ്മം ഇപ്പോൾ തന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടു വന്നിരിക്കുന്നു എന്ന് പറയുന്ന മർമ്മം അറിയാവുന്ന. ഇതുകൊണ്ടാണ് ഇന്നത്തെ ക്രിസ്ത്യാനിറ്റിക്ക് റാപ്ചർ അറിയാത്തത്. സഭയുടെ വിളി എന്താണ്, ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താന്നേ അറിയാത്തത്. അതുകൊണ്ടാണ് മണവാട്ടിയാന്ന് പറഞ്ഞിരിക്കാൻ കാര്യം അതാ. ഇന്ന് ഏതാണ് പോകേണ്ടത്, ഏതിലാണ് പോകേണ്ടതെന്ന് അറിയാൻ വയ്യാത്ത രീതിയിൽ ഇതാണ് ക്രിസ്ത്യാനിറ്റിയുടെ ഒരു അവസ്ഥ. ഒരിടത്ത് വെച്ചിരിക്കുന്ന ഒരു ബോർഡാണ്. അങ്ങോട്ട് പോയ മെത്തഡിസ്റ്റ്, ഇങ്ങോട്ട് പോയ ഓർത്തഡോക്സ്, ഒന്ന് പ്രൊട്ടസ്റ്റന്റ്, മറ്റേ കാത്തലിക്, ബാപ്റ്റിസ്റ്റ്, അഡ്വാന്റിസ്റ്റ്, ആംഗ്ലിക്കൻ, പ്രെസ്ബിറ്റേറിയൻ, പെന്തക്കോസ്റ്റൽ, ഇങ്ങനെ കിടക്കുകയാണ്. 40,000-ലേറെയായിട്ട് ഛിന്ന ഭിന്നമായി പോയിരിക്കുക, വിഭജിച്ചിരിക്കുക. ഈ മാർട്ടിൻ ലൂതറിന്റെ കാലത്ത് ഒരു വലിയ പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷൻ ഉണ്ടായി, ഇവിടെ എന്തോ വലിയ കാര്യങ്ങൾ സാധിപ്പിച്ചു എന്നൊക്കെ അഭിമാനിക്കുന്നവർക്ക് അവരുടെ സർപ്രൈസിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഞാൻ പറയാം, ഇവിടെ ആത്മീകമായിട്ട് ഒരു സംഗതി നടന്നിട്ടില്ല, ഒരു ചുക്കും നടന്നിട്ടില്ല. ഇവിടെ അങ്ങനെ അത്രയും ചെയ്തത് കൊണ്ട് ഇത്ര മാത്രം ഡിവിഷനുകളായിട്ട് ഇതിനെ വിഭജിക്കാൻ പറ്റി. അതിനുശേഷം ഏകദേശം ഒരു 35,000-40,000 ഡിവിഷനായിട്ട് മാറാൻ പറ്റി. എല്ലാവർക്കും വാളെടുക്കുന്നവനെല്ലാം വെളിച്ചപ്പാടെന്നുള്ളൊരു പോളിസിയായി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഓരോരുത്തർക്കും ഓരോരോ അഭിപ്രായം പറയുന്നവർക്കെല്ലാം ക്രിസ്തീയ മാർഗങ്ങളായി മാറി. ഇന്ന് നിങ്ങൾ ഈ കാണുന്നത് മാതിരി ഉള്ള നിറയെ ക്രിസ്തീയ ഉപദേശങ്ങളിലേക്ക് മാറുവാനായിട്ട് വഴി വെച്ചു കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് അതുകൊണ്ട് അവിടെ ഉണ്ടായത്. അല്ലാതെ അതിന്റെ വേരിലും കുറ്റിയിലും
തന്നെയാണ് കാര്യങ്ങൾ ഇന്നും നിൽക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഈ ഒരു വിശ്വാസത്തിന്റെ ഇത് കാണിച്ചിരുന്നല്ലോ, ആ ഒരു വിശ്വാസ പ്രമാണം. ഇത് കണ്ടില്ലേ, ടൈം ലൈൻ ഓഫ് ക്രിസ്ത്യാനിറ്റി. ഇതിൽ കണ്ടില്ലേ, ദ വൺ ആൻഡ് ഹോളി കാത്തലിക് ആൻഡ് അപ്പസ്റ്റോലിക് ചർച്ച്, സർവ ലൗകികമായ, അതായത് ലോകത്തിലെ സഭ കാത്തലിക് ഓർത്തഡോക്സ് ചർച്ച് എന്ന് പറയുന്നത്. ഇതിന്റെ വേരിലും കുറ്റിയിലും ഇതിൽ തന്നെയാണ് ഈ റോമൻ കാത്തലിസിസം, അതിനുശേഷം അതിൽ നിന്നുണ്ടായി പ്രൊട്ടസ്റ്റന്റ് സഭകൾ. ഇതിനെല്ലാം ട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ നിൽക്കുന്നത് ഇതേ വിശ്വാസത്തിൽ തന്നെയാണ്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് പോളിനെയോ പൊളൈൻ റെവലേഷനെയോ പോളിൽ കൂടെ വെളിപ്പെട്ട് ഈ 13 ലേഖനങ്ങളിൽ കൂടെ പറഞ്ഞിരിക്കുന്ന സ്വർഗീയ മർമ്മങ്ങളോ ഒന്നും കാണുവാനായിട്ട് കഴിയത്തില്ല. ഇതിനൊന്നും ഇവിടെ യാതൊരു പ്രസക്തിയുമില്ല. ഇവിടെ വലിയ പ്രസ്ഥാനങ്ങളും വലിയ കാര്യങ്ങളും ഒക്കെ വളർത്താനുണ്ട്. അതിനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നവരാണ്. നമുക്ക് കേരളത്തിലെ ക്രിസ്തീയ സഭ നോക്കിക്കഴിഞ്ഞാൽ ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ ഓഫ് സെയിന്റ് തോമസ് ക്രിസ്ത്യൻസ്, തോമസ് അപ്പോസ്തലൻ കേരളത്തിൽ വന്നു. അങ്ങനെ കേരളത്തിൽ ഇത് വന്നു എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരെ, ശരിക്കും തോമസ് അപ്പോസ്തലൻ വന്നോ ഇല്ലയോ എന്നുള്ളതിന് നമുക്ക് ഇതുവരെ തെളിവുകളില്ല. ശരിക്കും അതിനൊരു സോളിഡ് പ്രൂഫ് നമുക്ക് ചെയ്യാവുന്ന രീതിയിലില്ല. ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളുമായിട്ട് നിൽക്കുന്നു എന്നുള്ളതല്ലാതെ ഇവിടെ നിന്നാണ് ആ കാര്യങ്ങൾ. ഇതൊക്കെ നമ്മുടെ 53ാമത്തെ സഭാ ചരിത്രം എന്ന് പറയുന്ന ഒരു ബൈബിൾ ക്ലാസ് ഉണ്ട്. അത് പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതിനെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, ഈ ഫോട്ടോകളും ഈ പടങ്ങളും ഒക്കെ കാണിച്ച്. അപ്പോ അതിനെ കൂടുതൽ കാണുവാനായിട്ട് കഴിയും. ഞാൻ വേറൊരു ഒരു എന്താ പറയുന്ന ഒരു ഗ്രൂപ്പിനെ ഒന്ന് പരിചയപ്പെടുത്തണം ഇതിനോടുള്ള ബന്ധത്തിൽ. ഞാൻ പറഞ്ഞല്ലോ, ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് ഈ സമയമായി കഴിഞ്ഞപ്പോഴത്തേന് ഒരു 5 ഗ്രൂപ്പെങ്കിലും ടിപ്പിക്കലി അന്ന് ലോകത്തിലുണ്ടായിരുന്നു. 5 ഗ്രൂപ്പുകളായിട്ട് അവർ മെയിൻ ആയിട്ട് 5 ഗ്രൂപ്പുകളായിട്ട് തിരിയാനിടയായി എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതൊരല്പം ഇമ്പോർട്ടന്റ് ആണ് ഈ വിഷയത്തെ ഒന്ന് മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഗ്രൂപ്പുകൾ ഏതാണെന്നൊന്ന് കാണിക്കാം. കഴിഞ്ഞ ദിവസം എനിക്കിത് തയ്യാർ ചെയ്യാൻ പറ്റിയിരുന്നില്ല, ഇന്ന് ഞാൻ അത് ചെയ്തിട്ടുണ്ട്. അതാണ് 1ാമത്തെ ഗ്രൂപ്പ്, നെയിം ഓഫ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. ഇത് 1ാമത്തെ ഗ്രൂപ്പ്. ഇത് 2ാമത്തെ ആ കോളത്തിൽ കാണുന്നത് ആരൊക്കെയാണെന്നുള്ളതാണ്. 3ാമത് അവരുടെ വിശ്വാസം എന്തെന്നുള്ളതാണ്. 4ാമത് അവരുടെ പ്രോമിസ് എന്താണ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ചെറിയ ടേബിളാണ്. ഇത് ഞാൻ ചെയ്തതാണ് നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളുടെ ഒരു രത്ന ചുരുക്കം. 1ാമത്തെ ഗ്രൂപ്പാണ് ജുഡായിസം. അവരുടെ വിശ്വാസം എന്തോ, അവർ ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ് ആണ്, കർത്താവിന്റെ മണവാട്ടിയാണെന്ന് വിശ്വസിക്കുന്നവരാ ജുഡായിസം, കർത്താവിന്റെ മണവാട്ടി. മനസ്സിലായോ? ആരൊക്കെയാണ്? യഹൂദന്മാരും യഹൂദ മതാനുസാരികളും, ജ്യൂസ് ആൻഡ് ജൂവിഷ് പ്രോസലൈറ്റ്സ്. ഈ പ്രോസലൈറ്റ്സ് എന്ന് പറയുന്ന ജാതികളാണ്. അവർക്ക് യഹൂദ മതാനുസാരിയായിട്ട് അല്ലെങ്കിൽ ഏക സത്യദൈവ വിശ്വാസത്തിലേക്ക് വരുവാൻ ആഗ്രഹമുള്ള ജാതീയ ജനങ്ങളെയാണ് ഈ ജൂവിഷ് പ്രോസലൈറ്റ്സ് എന്ന് പറയുന്നത്. ഇതിനകത്തിലുണ്ടായിരുന്ന ഈ ജുഡായിസത്തിലുള്ളത് യഹൂദന്മാർ, അതായത് യഹൂദനായിട്ട് ജനിച്ചവരും ഈ ജൂവിഷ് പ്രോസലൈറ്റ് ആയിട്ട് യഹൂദ മതാനുസാരിയായി മാറിയവരുമാണ്. അവരുടെ വിശ്വാസം എന്താണ്? അവർ വിശ്വസിച്ചിരുന്നത്, അവരുടെ വിശ്വാസം ലോ ഓഫ് മോസസ് ആണ്. മോശയിൽ കൂടെ ലഭിച്ചിരിക്കുന്ന ന്യായപ്രമാണം, അബ്രഹാമിന് കൊടുത്ത അനുഗ്രഹങ്ങളും മോശയിൽ കൂടെ ലഭിച്ചിരിക്കുന്ന ആ നിയമങ്ങളും പഴയ നിയമമാണ്. എന്താ അവരുടെ പ്രത്യാശ? അവരുടെ പ്രത്യാശ കിങ്ഡമാണ്. ദൈവം അബ്രഹാമിന് വാഗ്ദത്തം കൊടുത്ത കിങ്ഡം ഓഫ് ഹെവൻ, അല്ലെങ്കിൽ ഹെവനെ പോലെ, സ്വർഗത്തെ പോലെ സ്വർഗം ഭൂമിയിലാകുന്ന ആ കിങ്ഡം പ്രോമിസ്, അതാണ് അവരുടേത്. അതാണ് അവരുടെ പ്രാർത്ഥന. സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്നുള്ള പ്രാർത്ഥന. അതായത് കിങ്ഡം. ഇതിനെയാണ് കൈ തൊടാത്ത ഒരു കല്ല് പറഞ്ഞു വന്ന് അന്ന് വരെയുള്ള ഭരണകൂടത്തെ മുഴുവൻ അടിക്കുകയും ആ കല്ലൊരു മഹാപർവ്വതമായി തീരുകയും അത് നിത്യവാസം, ആ ഒരു എന്നേക്കുമുള്ള ഒരു മഹാപർവ്വതമായിട്ട് തീരുകയും നീതിയോടെ ഒരുവൻ അതിനെ ന്യായം വിധിക്കുകയും കർത്താവ് അതിൽ ന്യായം വിധിക്കുകയും നടത്തുകയും ചെയ്യുന്ന ഒരു സ്വർഗരാജ്യം, അതിനെയാണ് കിങ്ഡം പ്രോമിസ് എന്ന് പറയുന്നത്. അതാണ് അവരുടെ വിശ്വാസം. അതിനു വേണ്ടിയിട്ടാണ് അവർ അന്നും കാത്തിരിക്കുന്നത്, ഇന്നും കാത്തിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. ഞാൻ അവരെ അവിടെ വിടുക. 2ാമത് ലിറ്റിൽ ഫ്ലോക്സ്, അതായത് ചെറിയ കൂട്ടം. അവരുടെ വിശ്വാസം ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ് ആണ്. അവരും മണവാട്ടി സഭയാണ്, അവരും മണവാട്ടിയുടെ ഭാഗമാണ്. അതാരൊക്കെയാ? അതും ഇവര് തന്നെയാണ്, ജ്യൂസും ജൂവിഷ് പ്രോസ്ലൈറ്റും, യഹൂദന്മാരും യഹൂദ മതാനുസാരികളും, അതായത് യഹൂദ മതം സ്വീകരിച്ചിരിക്കുന്നവർ. എന്തിലൊക്കെയാണ് അവർ വിശ്വസിക്കുന്നത്? അവര് വിശ്വസിക്കുന്നത് ലോ ഓഫ് മോസസ് മാത്രമല്ല, യേശു ക്രിസ്തുവിന്റെ പഠിപ്പീരിൽ, കർത്താവ് ലോകത്തിൽ വന്നപ്പോൾ സംസാരിച്ചതും പഠിപ്പിച്ചതുമായിട്ടുള്ള കാര്യം, എർത്ത്ലി മിനിസ്ട്രി ഓഫ് ജീസസ്, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് എന്ന് കർത്താവ് പറയുന്ന ആ ജീസസ് ക്രൈസ്റ്റിന്റെ ടീച്ചിങ്സ്, പഠിപ്പീര്, എർത്ത്ലി മിനിസ്ട്രി ഓഫ് ജീസസ് ആൻഡ് ദ ഗ്രേറ്റ് കമ്മീഷൻ. ഈ ഗ്രേറ്റ് കമ്മീഷനാണ് പുറപ്പെട്ട പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ ആത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് എന്ന് പറയുന്ന ആ ഒരു കൽപ്പന. അതായത് ഇവർ ലോ ഓഫ് മോസസ്, മോശയുടെ ന്യായപ്രമാണം ഫോളോ ചെയ്യുന്നുണ്ട്.
അപ്പൊ തന്നെ കർത്താവിന്റെ ലോകത്തിലെ മിനിസ്ട്രിയിലെ അവരോട് പഠിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളും അവർക്ക് കൊടുത്തിരിക്കുന്ന ആ മഹാദൗത്യം, ലോകമെമ്പാടും പോയി സുവിശേഷം അറിയിക്കാൻ പറഞ്ഞ മഹാദൗത്യം, അവരുടെ പ്രത്യാശ എന്താണ്? അവരുടെ പ്രത്യാശയാണ് കിങ്ഡം. ഈ മേലെയുള്ള യഹൂദന്മാരുടെ പ്രത്യാശ തന്നെയാണ് ഇവരുടെയും പ്രത്യാശ. കാര്യം അവർക്കെല്ലാം കിങ്ഡമാ പ്രോമിസ് ചെയ്യുന്നത്. ലോകത്തിൽ, ഭൂമിയിൽ ദൈവം രാജ്യം ഭൂമിയിലേക്ക് വരുന്നതും എന്താ പറയുന്നത്, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, നിങ്ങൾ ഭൂമി അവകാശമാക്കും, ആ പ്രോമിസ് അവർക്കുള്ളത്. അവരും അതിൽ തന്നെയാണ് വിശ്വസിക്കുന്നത്. 3, ക്രിസ്ത്യാനിറ്റി. ഇവിടെ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, അവരെന്താണ്? അവരും ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ് തന്നെയാണ്. അവരും ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റിൽ തന്നെ വിശ്വസിക്കുന്നവരാണ്. കാര്യം ഇതിന്റെ അപ്പുറത്ത് ഒരു റെവലേഷൻ അവർക്ക് ലഭിച്ചിട്ടില്ല. അവരാരൊക്കെയാണ്? അത് ലിറ്റിൽ ഫ്ലോക്സ് പ്ലസ് ജെന്റൈൽസ്. അതായത് ലിറ്റിൽ ഫ്ലോക്സിലുള്ളത് ഇവരൊക്കെയാണ്, യഹൂദന്മാരും യഹൂദ മതാനുസാരികളും പ്ലസ് ജെന്റൈൽസ്. ആർക്ക് വേണമെങ്കിൽ അതിൽ വരാൻ പറ്റും. ജെന്റൈൽസ്, ജാതികൾക്ക് അതിൽ വരാൻ പറ്റും. ഒത്തിരി ജാതികൾ അതിൽ രക്ഷിക്കപ്പെടാൻ പറ്റുമായിരുന്നു. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ഉപദേശം ലോ ഓഫ് മോസസിനെക്കാട്ടിലും ക്രൈസ്റ്റ് അലോൺ, ക്രൈസ്റ്റിയൻസ് എന്നാണ് അവരെ വിളിക്കുന്നത്. ക്രൈസ്റ്റ് ആണ് എല്ലാം. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, യേശുവിനെ പ്രസംഗിക്കുക, അതാണ്. അപ്പൊ തന്നെ ഇവരുടെ 10 കമാൻഡ്മെന്റുകൾ, 10 കൽപ്പന, മോശയിൽ കൂടെ കൊടുത്തിരിക്കുന്ന 3 വിധ കൽപ്പനകളുണ്ട്. അതായത് മോറൽ ലോ, സെറിമോണിയൽ ലോ, സിവിൽ ലോ, ഇങ്ങനെയൊക്കെ ഉള്ളതിൽ ആ മോറൽ ലോ 10 കൽപ്പന അവർ ഫോളോ ചെയ്യണം. കാര്യം എല്ലാവർക്കും അത് ഫോളോ ചെയ്യണം. അമ്മയപ്പനെയും ബഹുമാനിക്കുക, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, ആ പറയുന്ന 10 കൽപ്പന അത് ഫോളോ ചെയ്യണം. അതേസമയം തന്നെ ഇവരുടെ സിവിൽ ലോയും സെറിമോണിയൽ ലോയും ഒക്കെ ഉണ്ട്, അത് ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. അവരുടെ ഉത്സവങ്ങളും തിരുനാളുകളും പെരുന്നാളുകളും ഒക്കെ. പക്ഷെ 10 കൽപ്പന ഫോളോ ചെയ്യുന്നവരാ. ക്രൈസ്റ്റ് അലോൺ, യേശു ക്രിസ്തുവാണ് മെയിൻ. അപ്പൊ തന്നെ 10 കൽപ്പന ഫോളോ ചെയ്യണം. എർത്തലി മിനിസ്ട്രി ഓഫ് ജീസസ് ആൻഡ് ദ ഗ്രേറ്റ് കമ്മീഷൻ. യേശു ക്രിസ്തു ലോകത്തിൽ വെച്ച് പഠിപ്പിച്ചതും കർത്താവിന്റെ ആ എന്താ പറയുന്ന പ്രധാന ദൗത്യം, മഹാദൗത്യം, അത് ഫോളോ ചെയ്യണം. ഇവരുടെയും പ്രത്യാശ കിങ്ഡമാണ്. ഇതിനകത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇതിന്റെ ആ ഒരു സീരിയസ്നെസ് മനസ്സിലാകുന്നുണ്ടോ? ഇത് അതുപോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. ഒരിക്കലും ഇത് തെറ്റാണെന്ന് ഒരു മനുഷ്യനും ഒറ്റ നോട്ടത്തിൽ പറയാൻ പറ്റത്തില്ല. അതുപോലെ ഒരു കാര്യമാണ്. എന്നാൽ ഇത് തെറ്റാണെന്ന് പറയാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, തെറ്റല്ല, ഇതിനൊരു അടുത്ത തലമുണ്ടായിരുന്നു. അത് മനസ്സിലാക്കാൻ പറ്റാതെ കണ്ണു മൂടിക്കളഞ്ഞു. ആ ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ മാറണമായിരുന്നു. അതാണ് ഈ ക്രിസ്ത്യാനിറ്റിക്ക് പറ്റിപ്പോയത്. ക്രിസ്ത്യാനിറ്റി തുടങ്ങിയത് നല്ല കാര്യം തന്നെ. ദൈവമാണ് അവിടെ പ്രവർത്തിക്കുന്നത്, പരിശുദ്ധാത്മാവിനാലാണ് അവിടെ പ്രവർത്തിക്കുന്നത്. പക്ഷെ എന്നുണ്ടെങ്കിൽ അതിന്റെ അടുത്ത ഒരു തലത്തിലേക്ക് അവർ പോകണമായിരുന്നു. അതാണ് ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ക്രിസ്തീയ മാർഗം, അല്ലെന്നുണ്ടെങ്കിൽ ദൈവിക മാർഗം, സ്വർഗത്തിൽ മറഞ്ഞിരുന്ന ഈ ബോഡി ഓഫ് ക്രൈസ്റ്റ്. 4-ാമത്തെ കാര്യം, 4-ാമത്തെ ലൈനിൽ കാണുന്നത്, ഇത് ആർക്കുള്ളതാ? ഇത് യഹൂദനെന്നും ഏവനെന്നൊന്നും ഒന്നുമില്ല, ഇതെല്ലാവർക്കും ഉള്ളതാ. എവ്രിബഡി ക്യാൻ സേവ് ദിസ് ത്രൂ ദിസ് റൂട്ട്. ഇതെല്ലാ മനുഷ്യർക്കും, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ എന്ന് പറയുന്ന ഇതിന്റെ ആരൊക്കെയാണ്? എന്താണ് ഇവിടുത്തെ വിശ്വാസം? ക്രോസ് ഓഫ് ക്രൈസ്റ്റ്. ഇവിടെ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം അല്ല, കർത്താവിന്റെ ക്രൂശിൽ നിവർത്തിച്ച രക്ഷണ്യ പ്രവൃത്തിയിലെ വിശ്വാസമാണ്. യേശു ക്രിസ്തു ലോകത്തിൽ വന്നു എന്നുള്ളതല്ല ഇവിടുത്തെ രക്ഷാമാർഗം. കർത്താവ് ക്രൂശിൽ യാഗമായി എന്നുള്ളതാണ്. ആ യാഗത്തിലൂടെ നമ്മുടെ പാപങ്ങളുടെ പരിഹാരം വരുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ സുവിശേഷം. യേശു ലോകത്തിൽ വന്നു എന്നുള്ളതല്ല നമ്മുടെ സുവിശേഷം. നോ ലോ ബട്ട് ഗ്രേസ് അലോൺ. ഇവിടെ ഒരു ന്യായപ്രമാണവുമില്ല, ഇവിടെ ലീഗലിസം അല്ല, ഇവിടെ ഗ്രേസ് അലോൺ. കർത്താവിന്റെ കൃപയാൽ മാത്രം രക്ഷിക്കപ്പെടുന്നവരാണ്. നോ ഗ്രേറ്റ് കമ്മീഷൻ. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഗ്രേറ്റ് കമ്മീഷൻ അല്ല, അത് യഹൂദനോട് പറഞ്ഞിരിക്കുന്ന ഗ്രേറ്റ് കമ്മീഷൻ. നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഗ്രേറ്റ് കമ്മീഷൻ കർത്താവിന്റെ ക്രൂശ് പ്രസിദ്ധമാക്കാനാണ്. ഞാൻ നോ ഗ്രേറ്റ് കമ്മീഷൻ എന്ന് പറഞ്ഞത് നമ്മൾ ഇന്ന് വിശ്വസിച്ചിരിക്കുന്ന ഗ്രേറ്റ് കമ്മീഷൻ അല്ല, നമ്മുടെ ഗ്രേറ്റ് കമ്മീഷൻ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളോട് ദൈവം തന്നിരിക്കുന്ന മഹാദൗത്യം 2 കൊരിന്ത്യർ 5-ാം അധ്യായം അതിന്റെ 19-20 വാക്യങ്ങളാണ്. ദൈവത്തിന് കർത്താവിന്റെ ക്രൂശ് പ്രസിദ്ധമാക്കുവാൻ സ്വർഗത്തിന്റെ അംബാസിഡേഴ്സ് ആയി ലോകത്തോട് ആ സുവിശേഷം, നിരപ്പിന്റെ ശുശ്രൂഷ, മിനിസ്ട്രി ഓഫ് റെക്കൺസിലിയേഷൻ, അത് അറിയിക്കാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. ഹെവൻലി മിനിസ്ട്രി ഓഫ് ജീസസ്. ഇവിടെ യേശു ക്രിസ്തു ലോകത്തിൽ വെച്ച് പറഞ്ഞ ഒരു ഉപദേശങ്ങളും അല്ല നമ്മുടെ ഉപദേശം. കർത്താവ് സ്വർഗത്തിൽ നിന്നും പൗലോസ് അപ്പോസ്തലനോട് നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ ഉപദേശം. ഇവിടെ 2-3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും, ഇതെല്ലാം കർത്താവ് ലോകത്തിലെ മിനിസ്ട്രിയിൽ പറഞ്ഞ. ഇന്ന് അതിലല്ല നമ്മുടെ വിശ്വാസം. ഇവിടുത്തെ ഒത്തിരി കാര്യങ്ങൾ അങ്ങനെ ഉണ്ട്. ഇന്ന് നമുക്ക് ക്രിസ്തീയ സഭയ്ക്ക് യേശു ക്രിസ്തുവിനെക്കാട്ടിൽ വലിയ സുവിശേഷം ഉണ്ടോ നമ്മൾ ചോദിക്കാം. കർത്താവ് ഭൂമിയിൽ ലോകത്തിലെ മിനിസ്ട്രിയിൽ പറഞ്ഞ കാര്യങ്ങളല്ല ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന സഭയുടെ ഉപദേശം. അതുകൊണ്ടാണ് പോൾ പറയുന്നത്, ഞങ്ങൾ കർത്താവിനെ ജഡത്തിൽ അറിയുന്നില്ല, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി. ഇവിടെ ഹെവൻലി മിനിസ്ട്രി ഓഫ് ജീസസ്, സ്വർഗത്തിൽ നിന്ന് പൗലോസ് അപ്പോസ്തലൻ കൂടെ ദൈവം അത് വെളിപ്പെടുത്തിയിരിക്കുക. നമ്മുടെ ഹോപ്പ് അല്ലെങ്കിൽ നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് എറ്റേണൽ ഹെവൻ.
എറ്റേണിറ്റി ഇൻ ഹെവൻ ആണ്. നാം സ്വർഗത്തിലേക്ക് പോകാനുള്ളവരാണ്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. നാം സ്വർഗത്തിൽ. ഇതാണ് ക്രിസ്ത്യാനിറ്റിയും ബോഡി ഓഫ് ക്രൈസ്റ്റ് തമ്മിലുള്ള വ്യത്യാസം. കണ്ടോ? ഇതാണ് ഇതിന്റെ വ്യത്യാസം. ഇതിനെ യാതൊരു വിധത്തിലും അറിയാൻ വയ്യാത്ത രീതിയിൽ അതുപോലെ ക്രെഡിബിൾ ആയിട്ടുള്ള, ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു വടവൃക്ഷമാണ് അതിന്റെ കൂടെ വളർന്നു വരുന്നതെന്ന് ഞാൻ പറഞ്ഞത് ഇതാണ്. ഒരു മനുഷ്യർക്കും പറയാൻ പോലും ധൈര്യം തോന്നത്തില്ല അതുപോലത്തെ ഒരു വടവൃക്ഷമാണ്. പക്ഷെന്നുണ്ടെങ്കിൽ ദൈവം പരിശുദ്ധാത്മാവിനാൽ പൗലോസിനെയും ബർന്നബാസിനെയും ഇതിൽ നിന്ന് വിളിച്ച് വേർതിരിച്ച് സ്വർഗത്തിലുള്ള ഒരു സ്വർഗീയ ഭണ്ഡാരം തുറന്നു കാണിക്കുക, അതിലേക്ക് വിളിക്കുക, ആ മാർഗം കാണിക്കുക, അതിലൂടെ എല്ലാവർക്കും രക്ഷയെന്ന് പറയുക. ഈ ക്രിസ്ത്യാനിറ്റിയുടെ ഹോപ്പ് മുഴുവനും ലിറ്റിൽ ഫ്ലോക്സും ജെൻഡയിലും ചേർന്ന് യേശു ക്രിസ്തുവിനെ ആരാധിച്ചിരുന്നു. പക്ഷെ നിന്റെ കിങ്ഡം ഹോപ്പാണ് അവർ. വേറെ അഞ്ചാമത്തെ ഒരു ഗ്രൂപ്പാണ് ജെൻഡൈൽസ്, ജാതികൾ. ഇവര് ജാതികൾ മാത്രമല്ല, എല്ലാ ടൈപ്പ് ജാതികൾ. ഇവർ പാഗൻ ഗോഡിനെയും ഗോഡസിനെയും ദേവീദേവന്മാരെ ആരാധിച്ചിരുന്നു. എറ്റേണൽ ലേക്ക് ഓഫ് ഫയർ. ഇവർ പോകുന്നത് എറ്റേണൽ ലേക്ക് ഓഫ് ഫയറിലേക്ക്, നിത്യ നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നവരാണ്. ഇതാണ് ഞാൻ ഈ പറഞ്ഞ 5 ഗ്രൂപ്പ്. നിങ്ങൾ ഈ ക്ലാസ് യൂട്യൂബിൽ വന്നു കഴിയുമ്പോൾ ഇതിനെ അല്പം ഒന്ന് നിർത്തി കാണാനും അതിനെ മനസ്സിലാക്കാനും നിങ്ങളുടെ ബുദ്ധിയുമായിട്ടും തിരുവചനവുമായിട്ടും അതിനെ ഒന്ന് പഠിക്കുവാനും ദൈവവചനത്തിൽ വേരൂന്നി വളരുവാനും ദൈവം എന്താണ് പൗലോസ് അപ്പോസ്തലൻ കൂടെ നമ്മളെ അറിയിച്ച ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന ദൈവസഭ, എന്തിനാണ് ഞാൻ ഇത്രയും ഈ തൊണ്ട കീറി ഈ കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നത് എന്ന് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കുവാൻ ദൈവം സഹായിച്ചെങ്കിൽ എന്ന് ഞാൻ ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതിനായിട്ട് നിങ്ങൾ ഒരുങ്ങിക്കാട്ട് തീർച്ചയായിട്ടും ഇത് വന്നു കഴിയുമ്പോഴത്തേന് ഇതിനൊന്ന് കാണുവാനായിട്ടും കൂടുതൽ കാര്യങ്ങളെ മനസ്സിലാക്കുവാനായിട്ടും ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവിടെ നിന്നും ആരംഭിച്ചതാണ്. ഇതാണ് അന്ത്യോക്യയിലെ ക്രിസ്തീയ മാർഗം ആരംഭിച്ച് പൗലോസിനെയും ബർന്നബാസിനെയും വിളിച്ചു വേർതിരിച്ച സഭയാണ്. സിറിയയിലെ അന്ത്യോക്യയിൽ നിന്നും ആരംഭിച്ചു. ഇവിടെ വെച്ച് നമുക്ക് ക്രിസ്ത്യാനികൾ എന്ന പേരായി എന്ന് പറയുന്നത് ഇവിടെ നിന്നാണ്. ഇതിന്റെ അടുത്ത ഒരു തലമുണ്ട്. ഈ ഒരു സഭ, ഈ ഒരു ചർച്ച്, ഇതിന്റെ അടുത്ത ഒരു തലം, അതാണ് പരിശുദ്ധാത്മാവ് കാണിക്കുവാനായിട്ടും അതിലേക്ക് നയിക്കുവാനുമാണ് പൗലോസിനെയും ബർന്നബാസിനെയും വിളിച്ച് വേർതിരിച്ചത്. ആ ഒരു മാർഗത്തിൽ കൂടി ഭൂലോകത്തെ കീഴ്മേൽ മറിക്കുന്നവർ ഇവിടെയും എത്തിയിരിക്കുന്നു എന്ന് പറയുന്ന ലെവലിൽ പൗലോസ് അപ്പോസ്തലൻ കൂടി 13 ലേഖനങ്ങളിൽ കൂടി സഭാ ലേഖനങ്ങൾ എന്നറിയപ്പെടുന്ന ലേഖനങ്ങളിൽ കൂടി ക്രിസ്തീയ വിശ്വാസം എന്തായിരിക്കണം, അത് എവിടെ ചെല്ലണം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കാണിച്ചു തന്നിരിക്കുക. യഹൂദിയ വിശ്വാസത്തിൽ നിന്നും ലിറ്റിൽ ഫ്ലോക്സിലേക്ക് വന്നതുപോലെ, അവിടെ നിന്നും പ്രോഗ്രസീവായി ക്രിസ്ത്യാനിറ്റിയിലേക്ക് വന്നതുപോലെ പ്രോഗ്രസീവായിട്ട് ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന ഉപദേശത്തിലേക്ക് നമ്മൾ വന്നില്ല. അറിഞ്ഞിരുന്നുവെങ്കിൽ അവൻ ക്രൂശ് അറിയാൻ സമ്മതിക്കത്തില്ലായിരുന്നു, ക്രൂശ് നടക്കാൻ സമ്മതിക്കത്തില്ലായിരുന്നു എന്ന് അറിയാമായിരുന്ന സാത്താൻ പല്ലും നഖവും ഉപയോഗിച്ച് എങ്ങനെ, എവിടെ, ആരെ നിർത്തണം എന്നറിയാമായിരുന്നവൻ വളരെ ശക്തമായിട്ട് അതിന്റെ പാരലായിട്ട് ആ കാര്യങ്ങളൊക്കെ വളർത്തുവാൻ ഇടയാക്കി. എനിക്കറിയാം, ഞാൻ ഒത്തിരി ബോൾഡായിട്ട് ഈ കാര്യങ്ങൾ പറയുന്നു. എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നു, എത്ര പേർക്ക് ഇതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നു എന്ന് അറിയത്തില്ലെങ്കിലും അവരോട് ദൈവം ഇടപെടട്ടെ. ദൈവവചനം, തിരുവചനം എന്ന് പഠിപ്പിക്കുന്നു. സഭാലേഖനം, പൗലോസ് അപ്പോസ്തലനോട് വെളിപ്പെട്ട സഭാലേഖനം, ആ സഭയെ നയിക്കുവാൻ കൽപ്പിച്ചു വെച്ച പാസ്റ്ററൽ എപ്പിസ്റ്റൽ, ഇടയലേഖനം എന്ത് പറയുന്നു എന്ന് നിങ്ങൾ പഠിച്ചു നോക്കണം. പത്രോസ് അപ്പോസ്തലനും യാക്കോബ് അപ്പോസ്തലനും യോഹന്നാൻ അപ്പോസ്തലനും ഒന്നും മോശക്കാരല്ല. അവരുടെ വിളി വേറെയാണ്. അവരെ ഈ വിളിക്ക് വേണ്ടിയിട്ടല്ല വിളിച്ചത്. അതുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലന്റെ നിര്യാണ കാലത്ത് പറയുക, പൗലോസ് അപ്പോസ്തലന് കൂടെ വെളിപ്പെട്ടിരിക്കുന്ന ഒത്തിരി സത്യങ്ങളുണ്ട്, അതിൽ മനസ്സിലാക്കാൻ പ്രയാസമുള്ളത് പലതും ഉണ്ട്. പത്രോസ് അപ്പോസ്തലനെ മനസ്സിലായിട്ടില്ല ആ കാലഘട്ടത്തിൽ. പിന്നെ ഇന്നുള്ള ജനത്തിന് എങ്ങനെ മനസ്സിലാകും? അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ കൃപയിൽ ആശ്രയിച്ച് കർത്താവിന്റെ വിളി എന്താണ്, നമ്മളെ എന്തിനു വേണ്ടി വിളിച്ചിരിക്കുന്നു എന്നുള്ള സമർപ്പണത്തോടെ കാര്യങ്ങളെ മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഇതാണ് അന്ത്യോക്യയിൽ വെച്ച് അന്ന് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേരായി എന്ന് പറയുന്നത്. ഈ സത്യം ഇന്ന് ക്രിസ്ത്യൻഡത്തിന് മനസ്സിലായാൽ ലോകം രക്ഷപ്പെടുക, കോടിക്കണക്കിന് ജനം രക്ഷിക്കപ്പെടുക. ഇന്ന് 300 കോടി, 300 കോടി ക്രിസ്ത്യാനികളാണ് ലോകത്തിലുള്ളത്. അതിൽ എത്ര പേര് ഞാൻ ഈ പറയുന്ന ബോഡി ഓഫ് ക്രൈസ്റ്റിനെ അറിഞ്ഞു പോകുന്നവരുണ്ട് എന്ന് നിങ്ങൾ തീരുമാനിക്കാൻ, മനസ്സിലാക്കുവാൻ ഞാൻ വിട്ടുതരിക. എല്ലാ പ്രസ്ഥാനങ്ങളും അമ്പരചുംബികളായ ആലയങ്ങളും ആഡംബരങ്ങളായിട്ടുള്ള എല്ലാ സംഗതികളും കൊടുത്ത് തൃപ്തിപ്പെടുത്തിയിരിക്കുക. ഞായറാഴ്ചയിൽ പള്ളി പോവും, സ്തോത്രകാഴ്ച ഇടും, കാര്യങ്ങളൊക്കെ കാണും, മര്യാദയ്ക്ക് ജീവിക്കും, അതുകൊണ്ട് രക്ഷിക്കപ്പെടുമെന്ന് വിശ്വസിച്ചിരിക്കുക. എന്നാൽ അതല്ല നമ്മുടെ രക്ഷാമാർഗം. ഒരു വാക്യം കൂടെ കാണിച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ എഫേസ്യർക്ക് ലേഖനം എഴുതി കഴിഞ്ഞപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. നിങ്ങൾ ഇതൊന്ന് മനസ്സിലാക്കാൻ, ഞാൻ ഈ പറയുമ്പോൾ എനിക്ക് എന്തുമാത്രം ആത്മഭാരമുണ്ടെന്ന്
എത്ര പേർക്ക് അറിയാമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നാൽ എത്ര ആത്മഭാരത്തോടാണ് ഞാൻ ഇത് പറയുന്നത് എന്നുള്ളത് എനിക്കും ദൈവത്തിനും അറിയാം. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 17, 18, 19 വാക്യങ്ങളിൽ ഒരു പ്രാർത്ഥന പറയുക. അവിടെ പറയാം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിന്, നിങ്ങൾക്ക് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ, നിങ്ങളുടെ ഉള്ളിൽ ദൈവം ഒരു ആത്മാവിനെ, പരിശുദ്ധ ആത്മാവിനെ തരണം. അതെന്തിനെയാണ്? പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും, എനിക്ക് ലഭിച്ച ആ വെളിപ്പാടുണ്ട്, ആ വെളിപ്പാടിനെ മനസ്സിലാക്കുവാനുള്ള ആത്മാവിനെ തരേണ്ടതിനും, നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി ഒന്ന് പ്രകാശിച്ചിട്ട്, നിങ്ങളുടെ ഹൃദയം ഒന്ന് പ്രകാശിക്കണം, കാര്യങ്ങളെ ഉൾക്കൊള്ളുവാൻ മാത്രം അതിനെ ഒന്ന് പ്രകാശിക്കണം. അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും, നിങ്ങളെ എന്തിനു വേണ്ടി വിളിച്ചിരിക്കുന്നു, ഉലകത്തിലുള്ള സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചു, എന്തിനു വേണ്ടി ഉദിച്ചു, നിങ്ങളെ എന്തിനു വേണ്ടി വിളിച്ചു എന്നുള്ള ആശ, അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം, അതായത് വിളിച്ച് വേർതിരിച്ചിരിക്കുന്ന ഈ വിശുദ്ധന്മാർക്ക് അവർക്കുള്ള മഹിമ ധനം ഇന്നതെന്നും മനസ്സിലായോ? എന്താണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന റിച്ചസ് ഇൻ ഗ്രേസ്, എന്താണ് അതിൽ നിങ്ങൾക്കുള്ള അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും, അവന്റെ ബലത്തിന്റെ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പൗൽ പറയാണ്, തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവ് നിങ്ങൾക്ക് ലഭിക്കേണ്ടതിനും, നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കേണ്ടതിനും, അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതിനും, വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനും, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറയും. ഞാൻ അത് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. ദൈവം ആ ഒരു ഹൃദയ വിശാലതയെ നിങ്ങൾക്ക് തരട്ടെ. ഈ സത്യം ഒന്ന് മനസ്സിലാക്കുവാൻ ഒരു ഹൃദയ വിശാലത നിങ്ങളുടെ ഉള്ളിൽ ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അന്ത്യോക്യയിൽ വെച്ച് ആദ്യം ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേര് വന്നു. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും നിത്യജീവനുണ്ട് എന്ന് പഠിപ്പിക്കുന്ന ഒരു വിശ്വാസത്തിൽ നിന്ന് ആരംഭിച്ച് ഇന്ന് ഞാനും നിങ്ങളുമായിരിക്കുന്ന ആ ഒരു സ്വർഗീയ പ്രത്യാശയിലേക്ക്, ബോഡി ഓഫ് ക്രൈസ്റ്റിന്റെ ഭാഗമായി തീരുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നിരിക്കുക. അതിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഇതിന്റെ ഭാഗമായിട്ട് 27 മുതൽ 30 വരെ ചില വാക്യങ്ങൾ കൂടെ പറയേണ്ടതായിട്ടുണ്ടായിരുന്നു. എന്നാൽ ഞാൻ അടുത്ത ക്ലാസ്സിൽ അത് പറഞ്ഞിട്ട് 12-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കാം. ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം അതിനായിട്ട് നിങ്ങളെ സഹായിക്കട്ടെ. ഈ ലോകത്തിലുള്ള സകല സെറ്റപ്പുകളും സമ്പ്രദായങ്ങളും ചക്രവർത്തിമാരും രാജാക്കന്മാരും ഭരണരീതികളും ഒക്കെ അതിനെ സപ്പോർട്ട് ചെയ്ത് ഇതിന്റെ കൂടെ അതിനെ പാരലായിട്ട് വളർത്തിക്കൊണ്ടുവരികയും ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന വിശ്വാസം ഏകദേശം 3-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലേക്ക് 4-ാം നൂറ്റാണ്ടിലൊക്കെ കയറുന്നതിന് മുമ്പ് തന്നെ ഓൾമോസ്റ്റ് അവരെ കൊന്നു മുടിക്കുകയും ഹെററ്റിക്സ് എന്ന് പറഞ്ഞ് അങ്ങനെ ആ ഒരു വിശ്വാസം തന്നെ ഇല്ലായ്മ ചെയ്യുകയും പിന്നീട് ആ ക്രിസ്ത്യാനിറ്റി, ഈസ്റ്റേൺ ഓർത്തഡോക്സി, ആ ഒരു വിശ്വാസം പ്രബലപ്പെട്ട് 1500-കൾ വരെ എത്തുകയും അവിടെ പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷൻ ഉണ്ടാവുകയും നാം ഇന്ന് കാണുന്ന നിലയിൽ ക്രിസ്ത്യാനിറ്റി എത്തിച്ചേരുകയും ചെയ്തു. ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ ഇതല്ല ദൈവിക വിളി, ഇതല്ല ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന വിളി. അടുത്ത ദിവസങ്ങളിൽ 13-ാം അധ്യായം മുതൽ നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ എന്താണ് ആക്ച്വലി ബോഡി ഓഫ് ക്രൈസ്റ്റ്, എന്താണ് പരിശുദ്ധാത്മാവിനാൽ അപ്പോസ്തല പ്രവർത്തികളിൽ കൂടി പൗലോസ് അപ്പോസ്തലനോട് ദൈവം ചെയ്തെടുക്കുന്നതെന്ന് നമുക്ക് പഠിക്കുവാനും കാണുവാനും കഴിയും. അതിനായിട്ട് ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവിന്റെ കൃപ നമ്മോട് കൂടെ.